എല്ലാ പ്രേക്ഷകർക്കും മാതൃഭൂമി ന്യൂസ് പി മാർക്ക് അഭിപ്രായ സർവേയിലേക്ക് സ്വാഗതം. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം കേരളത്തിൽ നിന്ന് വരുന്ന ആദ്യ അഭിപ്രായ സർവേ ഫലമാണ് മാതൃഭൂമി ന്യൂസ് 3 ദിവസമായി പുറത്തുവിടാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ സർവേ കൃത്യമായും കേരളം എങ്ങോട്ട് എന്നതിന്റെ സൂചന നൽകും എന്ന് പറഞ്ഞുകൂടെ? ഉറപ്പായും കേരളം എങ്ങോട്ടാണ് രാഷ്ട്രീയമായി, കേരളത്തിന്റെ രാഷ്ട്രീയ സൂചി എങ്ങോട്ട് മറിയുന്നു, എങ്ങോട്ട് നീങ്ങുന്നു എന്നുള്ളതിന്റെ കൃത്യമായ സൂചന ഈ 3 ദിവസത്തെ അഭിപ്രായ സർവേ ഫലത്തിലൂടെ നമുക്കറിയാൻ കഴിയും. തീർച്ചയായും കേരളത്തിലെ 20 മണ്ഡലങ്ങൾ, ഇന്ത്യയിലെ 543 മണ്ഡലങ്ങൾ, ആര് ഭരിക്കും ഇന്ത്യ, ആരാണ് കേരളത്തിൽ മുന്നിൽ, വരുന്ന നിമിഷങ്ങളിൽ നമ്മൾ അറിയാൻ പോവുകയാണ്. കേരളത്തിൽ നിന്ന് ഇന്ന് 7 മണ്ഡലങ്ങളുടെ ഫലസൂചനകൾ നമുക്ക് നൽകാൻ കഴിയും. 7 മണ്ഡലങ്ങൾ ഇന്ന്, അടുത്ത ദിവസം 7, അതിന്റെ അടുത്ത ദിവസം ബാക്കി 6 മണ്ഡലങ്ങൾ. അങ്ങനെയായിരിക്കും കേരളത്തിലെ ഫലം പുറത്തു വരുന്നത്. ഇതിനോടൊപ്പം മറ്റ് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ, തമിഴ്നാട് പോലെ, മഹാരാഷ്ട്ര, ബംഗാൾ, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, അങ്ങനെയുള്ള വലിയ വലിയ സംസ്ഥാനങ്ങളിൽ ഏത് പാർട്ടി ഏറ്റവും കൂടുതൽ സീറ്റ് നേടുന്നു എന്നുള്ളതടക്കം ഏറ്റവും അവസാനം നാഷണൽ ടാലി, കേരള ടാലി, അത് 3ാമത്തെ ദിവസം അറിയാം. തീർച്ചയായും. അതുകൊണ്ട് നമുക്കിനി ഒരുപാട് ഞാൻ സസ്പെൻസ് നീട്ടുന്നില്ല, കണക്കുകളിലേക്ക് കടക്കാം. അതിനു മുൻപ് എങ്ങനെ ഈ സർവേ നടത്തി എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കുകയും. പി മാർക്ക് എന്ന ഏജൻസിയാണ് ഇത്തവണ മാതൃഭൂമി ന്യൂസിന് വേണ്ടി ഈ അഭിപ്രായ സർവേ നടത്തിയിരിക്കുന്നത്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് 25,821 സാമ്പിളുകളാണ് ഇതിനുവേണ്ടി കളക്ട് ചെയ്തിരിക്കുന്നത്. മാർച്ച് 3 മുതൽ മാർച്ച് 17 വരെ, അതായത് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഡേറ്റയാണ് നമ്മൾ അവലോകനം ചെയ്ത് പ്രേക്ഷകരുടെ മുൻപിലേക്ക് വയ്ക്കുന്നത്. അഭിലാഷ്, ഇതിനകത്ത് എറർ ഓഫ് മാർജിനോ? എറർ ഓഫ് മാർജിൻ +or-3 ആണ്. അത് ഏത് സർവേയിലും എല്ലാ പോൾസ്റ്റേഴ്സും എറർ മാർജിൻ കൂടി പറയാറുണ്ട്. എന്നാലും നമ്മൾ പി മാർക്കിന്റെ ഒരു ഹിസ്റ്ററി എടുത്താൽ ഏറെക്കുറെ ശരിയാവുന്ന അനുമാനമായിരിക്കും ഇതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. തീർച്ചയായും. അതിനു മുമ്പ് എങ്ങനെ ഈ സർവേ നടത്തി എന്നുള്ള കാര്യം പി മാർക്കിന് വേണ്ടി അബിൻ തീപുര നമ്മളോട് വിശദീകരിക്കും. പ്രേക്ഷകർക്കും അത് ആവശ്യമാണ്. കാരണം സെഫോളജിസ്റ്റുകൾ തന്നെയാണ് എന്താണ് ഇവർ സ്വീകരിച്ചിട്ടുള്ള മാർഗം എന്ന് വിശദീകരിക്കേണ്ടത്. അബിൻ, ഈ സർവേ എങ്ങനെ നടത്തി, എന്തൊക്കെ മാർഗങ്ങളാണ് നിങ്ങൾ ഈ സർവേക്ക് വേണ്ടി സ്വീകരിച്ചത്, ഇതിന്റെ സാമ്പിളിന്റെ പ്രത്യേകത, ഇതൊക്കെ വിശദീകരിക്കേണ്ടത് സർവേ ഏജൻസി ആയിട്ടുള്ള പി മാർക്കാണ്. അബിൻ, പ്രേക്ഷകരോട് അതൊന്ന് വിശദീകരിക്കും. നമസ്കാരം, ഞാൻ അബിൻ തീപുര, പി മാർക്ക് എന്ന പൊളിറ്റിക്കൽ കൺസൾട്ടിംഗ് ഫേമിന്റെ സ്ഥാപകൻ. 2020 ബീഹാർ ഇലക്ഷൻ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ സംസ്ഥാന ഇലക്ഷനുകളിലും പി മാർക്ക് ഒപ്പീനിയൻ പോളും എക്സിറ്റ് പോളും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതുവരെയുള്ള ഞങ്ങളുടെ എല്ലാ പ്രഡിക്ഷൻസും ഓൾമോസ്റ്റ് 100% കറക്റ്റുമായിട്ടുണ്ട്. ഇന്ന് മാതൃഭൂമിയുമായി അസോസിയേറ്റ് ചെയ്ത് ഞങ്ങൾ കേരളത്തിൻ്റെ ഒപ്പീനിയൻ അഭിപ്രായ സർവേയാണ് പുറത്തുകൊണ്ടുവരുന്നത്. മാർച്ച് 3 മുതൽ 17 വരെയാണ് ഞങ്ങൾ ഈ ഒരു സാമ്പിൾ കളക്ഷൻ നടത്തിയിരിക്കുന്നത്. ഓൺ ഗ്രൗണ്ട് ആയിട്ടും ടെലിഫോണിക്കായിട്ടുമാണ് സർവേ നടത്തിയിരിക്കുന്നത്. 25,000-ലധികം സാമ്പിളുകൾ എടുത്തിട്ടുണ്ട്. ഇതൊരു ഫേസ് 1 എന്ന നിലയിൽ കണ്ടാൽ മതി. കാരണം ഈ സർവേ തുടങ്ങിയിടം തൊട്ട് പലയിടത്തും സ്ഥാനാർത്ഥികൾ അനൗൺസ് ആയിട്ട് ഉണ്ടായിട്ടുള്ളൂ. ഇനിയും പല മണ്ഡലങ്ങളിലും ഇഞ്ചോടുള്ളൊരു പോരാട്ടം നമ്മൾ കാണുന്നുണ്ട് ഗ്രൗണ്ടിൽ. അപ്പം അടുത്ത മാസം വീണ്ടും ഞങ്ങൾ അതുകൊണ്ട് തന്നെ മാതൃഭൂമിയായിട്ട് ചേർന്നിട്ട് വീണ്ടും കൂടുതൽ വ്യക്തമായിട്ടുള്ളൊരു അഭിപ്രായ സർവേ ആയിട്ട് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. യെസ്, താങ്ക്സ് അബിൻ. എന്തായാലും ഇങ്ങനെയാണ് ഈ സർവേ നടത്തിയിട്ടുള്ളത് എന്ന് അബിൻ തീപുര വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി നമ്മളെ സംബന്ധിച്ച് നമ്മൾ സർവേയിലേക്ക് കടക്കുകയാണ്. ആദ്യം സർക്കാരുകളുടെ വിലയിരുത്തൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. തീർച്ചയായിട്ടും സർക്കാരുകളുടെ വിലയിരുത്തൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിലെ LDF നേതാക്കൾ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു. ബിനോയ് വിശ്വം പറഞ്ഞു, ഗോവിന്ദ മാഷ് പറഞ്ഞു, അതുപോലെ തന്നെ കേന്ദ്രത്തിലെ ദേശീയ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം മലയാളികൾ, കേരളീയർ കേന്ദ്ര സർക്കാരിനെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. മോദിയുടെ ഗ്യാരണ്ടി. കേന്ദ്ര സർക്കാരിന്റെ പ്രകടനം, നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രകടനം മലയാളികൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളത് കൗതുകകരമാണ്. കാരണം കേരളത്തിൽ ആണ് BJPയെ സംബന്ധിച്ച് ഏറ്റവും കുറവ് അപ്രൂവൽ റേറ്റിംഗ് ഉള്ളത്. അതെ, തീർച്ചയായും അങ്ങനെയാണ്. മാത്രമല്ല അഭിലാഷ്, ഇത് മറ്റ് നാടുകളിലാണെങ്കിലും ഈ കേന്ദ്ര സർക്കാരിന്റെ പ്രകടനം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ രാഷ്ട്രീയ കക്ഷികൾ ഈ പ്രകടനത്തിനപ്പുറം വൈകാരികമായ പ്രശ്നങ്ങൾ എടുത്ത് വോട്ടർമാരുടെ മുന്നിൽ വെക്കുന്നുണ്ട് എങ്കിലും ഒരു സർക്കാരിന്റെ പ്രകടനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മോദിയുടെ ഗ്യാരണ്ടി, തൃശ്ശൂർ വന്ന് നരേന്ദ്രമോദി മലയാളത്തിൽ തന്നെ മോദിയുടെ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുഴുവൻ ടെലിവിഷനുകളിലും നമ്മൾ ഈ മോദിയുടെ ഗ്യാരണ്ടി പരസ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ മലയാളിയോടെയാണ് നിങ്ങൾ കേന്ദ്ര സർക്കാരിനെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് ചോദിച്ചിട്ടുള്ളത്. അത് തീർച്ചയായും. അതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്.
ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിമാരാണെങ്കിലും പ്രധാനമന്ത്രിമാരാണെങ്കിലും എൻ്റെ ഗ്യാരണ്ടി, എൻ്റെ തന്നെ പേര് പറഞ്ഞ് പറയുക എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷെ അതുപോലും പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോൾ ജനങ്ങൾ ആ സർക്കാരിന്റെ പ്രകടനത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത് പ്രധാനം. മോദിയുടെ ഗ്യാരണ്ടിക്ക് കേരളത്തിൽ എത്ര മാർക്ക് എന്നാണ് നമ്മൾ ആദ്യം അറിയാൻ പോകുന്നത്. നോക്കിയാലോ? യെസ്, വരട്ടെ. കേന്ദ്ര സർക്കാരിന്റെ പ്രകടനത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന ചോദ്യത്തിന്റെ ഉള്ള ഉത്തരം ഇതാണ്. കേന്ദ്ര സർക്കാരിന്റെ പ്രകടനം വളരെ നല്ലതാണ് എന്ന് 8% ആളുകൾ മാത്രമാണ് പറയുന്നത്. അത് നല്ലത് എന്ന് 22% ആളുകൾ പറയുന്നുണ്ട്. 29% ഭേദപ്പെട്ട പ്രകടനം എന്ന് പറയുന്നു. മോശം 23. യെസ്, അഭിപ്രായമില്ലാത്തത് 18% പേർക്കാണ്. അതിന്റെ അർത്ഥം നല്ലതും വളരെ നല്ലതും കൂട്ടിയാൽ 30%. 70% ആളുകൾ വളരെ നല്ലതിനും അപ്പുറം നിൽക്കുകയാണ്. യെസ്, എന്നാൽ പോലും 30% BJPയെ സംബന്ധിച്ച് അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ച് കേരളത്തിൽ അത്ര മോശം. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് കേരളത്തിൽ നിന്നുള്ളതാണ്. കേരളത്തിൽ പോലും 30% ആളുകൾ മോദി ഭരണം നല്ലതാണ് എന്നെങ്കിലും പറയുന്നു. ഭേദപ്പെട്ടതാണെന്ന് പിന്നെ 29% പറയുന്നുണ്ട്. ഭേദപ്പെട്ടത് അതിനകത്തു നിന്നും കുറെയൊക്കെ ഒരു അപ്രൂവൽ റേറ്റിംഗ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. യെസ്, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മോശം, അഭിപ്രായമില്ല തുടങ്ങിയ 2 കാറ്റഗറിയുടെ കൂട്ടിക്കഴിഞ്ഞാൽ പോലും നമുക്കൊരു 40%-മേ ഉള്ളൂ. 40-41% ഉള്ളൂ. അപ്പൊ നമ്മൾ ഇതിന്റെ ആകത്തുകയായി പറയാൻ കഴിയുന്ന ഒരു കാര്യം, മോദി ഭരണത്തെക്കുറിച്ച് വളരെ മോശം പ്രതിച്ഛായ അല്ല കേരളത്തിൽ. അത് ഈ ഒരു കണക്ക് വെച്ചിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ ഈ പ്രതിച്ഛായയുടെയും അല്ലെങ്കിൽ ആളുകളുടെ അഭിപ്രായം വെറും 40% താഴെ വോട്ടുകൾ കൊണ്ട് കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് BJP ഭരിക്കുന്നില്ല ഈ രാജ്യം. തീർച്ചയായിട്ടും. എന്തായാലും ഇത്തവണത്തെ പരസ്യവും അതുപോലെയുള്ള ഈ കാർഡിളക്കിയുള്ള പ്രചരണവും ഒക്കെ ഫലം ചെയ്തു എന്ന് നമുക്ക് നിരീക്ഷിക്കാം. മോദി സർക്കാരിന്റെ, കേന്ദ്ര സർക്കാരിന്റെ പ്രകടനത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് ചോദിച്ചപ്പോൾ വളരെ നല്ലത് എന്നീ കാറ്റഗറികളായി 30% പേർ യെസ് എന്ന് ഉത്തരം പറയുന്നു. ഭേദപ്പെട്ടതെന്ന് 29% പേരും, മോശം എന്ന് 23% പേരും പറയുന്നു. അഭിപ്രായമില്ലാത്തവർ 18%. യെസ്, അതാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഈ സർവേയിലെ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉള്ള ഉത്തരം അതാണ്. കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ വളരെ നല്ലതോ ആയി 30%. കേന്ദ്രത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായം അറിഞ്ഞു കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ കേരള ഭരണത്തെ ജനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് സ്വാഭാവികമായും അറിയണമല്ലോ. കാരണം ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം, സംസ്ഥാന സർക്കാർ നടത്തുന്ന കാര്യങ്ങൾ, ഇതൊക്കെ കൂടി ജനങ്ങളെ വോട്ടിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായിരിക്കും. അതോടൊപ്പം തന്നെ ഭരണമുന്നണി നേതാക്കൾ സർക്കാരിന്റെ വിലയിരുത്തലുമാകും. MV ഗോവിന്ദൻ മാസ്റ്ററും ബിനോയ് വിശ്വവും അത് പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, എന്തിനാണ് സംസ്ഥാന സർക്കാരുകൾ ഇങ്ങനെ പറയുന്നത് എന്ന് തോന്നാറുണ്ട്. അത് ആദ്യം തന്നെ ചിലപ്പോൾ സർക്കാരുകൾ തന്നെ ഇത് പറയുകയും ചെയ്യും. പക്ഷെ അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും. എന്ന് മാത്രമല്ല, സംസ്ഥാനത്ത് വളരെ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളതാണ് UDFന്റെ പ്രതീക്ഷ. അതിന് ആധാരമായി നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ കഴിയാത്തത്ര സാമ്പത്തിക പ്രതിസന്ധി വന്നത് തുടങ്ങി ഒട്ടനേകം കാര്യങ്ങൾ. അപ്പോൾ ജനങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് ഈ PMARC 25,000 ജനങ്ങളെ കണ്ട് നടത്തിയിട്ടുള്ള ഈ സർവേയിൽ എന്താണ് അതിനെ കണ്ടത്? സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം എങ്ങനെ, പിണറായി വിജയൻ സർക്കാരിനെ എങ്ങനെ വിലയിരുത്തുന്നു കേരളത്തിലെ ജനങ്ങൾ എന്ന് നമുക്കിതാ നോക്കാം. ഓക്കെ, സംസ്ഥാന സർക്കാരിന്റെ പ്രകടനത്തെ കുറിച്ച് നോക്കുമ്പോൾ വളരെ നല്ലത് എന്ന് അഭിപ്രായപ്പെടുന്ന 13% ആളുകളുണ്ട്. നല്ലത് എന്ന് പറയുന്നത് 29% പേർ, അതായത് 42%. വളരെ നല്ലത് എന്ന കാറ്റഗറിയിൽ 42%, ഭേദപ്പെട്ടത് എന്ന് 33% പേർ അഭിപ്രായപ്പെടുന്നു. പിണറായി സർക്കാർ മോശമാണ് എന്ന് പറയുന്നവരുണ്ട്, അത് 13% പേർ. അഭിപ്രായമില്ല എന്നതാ 12% പേരും. അങ്ങനെ നോക്കിയാൽ 74% പേർ ഭേദപ്പെട്ടതോ അതിനു മുകളിലോ ആണ്. അതൊരു നല്ല അപ്രൂവൽ റേറ്റിംഗ് ആണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ പിണറായി സർക്കാരിന്. തീർച്ചയായിട്ടും വലിയ ശക്തമായ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ട് എന്ന ആ ഒരു നറേറ്റീവിന് അത്ര അനുഗുണമായിട്ടല്ല ഈ കണക്കുകൾ വരുന്നത്. വളരെ നല്ലത് എന്ന കാറ്റഗറിയിൽ 42% പേർ അഭിപ്രായം പറയുന്നു. അഭിലാഷ്, ഇതിനകത്ത് ഈ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ സർക്കാരിനെതിരെ ഒരുപക്ഷെ ഇതിനേക്കാൾ മോശമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ജനങ്ങളിൽ നിന്ന് സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നത്. ഇപ്പം നവകേരള സദസ്സ് നടത്തി, അങ്ങനെയുള്ള പല കാര്യങ്ങൾ, ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ, അതൊക്കെ ഒരുപക്ഷെ സർക്കാരിനെതിരെയുള്ള വികാരം ഒരുപക്ഷെ കുറച്ചിരിക്കാം. ഏതായാലും പക്ഷേ ഇത് വോട്ടിലേക്ക് ലോക്സഭാ മണ്ഡലങ്ങൾ എത്ര സീറ്റ് ജയിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ കേന്ദ്ര സർക്കാരിന്റെ പ്രകടനവും കേരള സർക്കാരിന്റെ പ്രകടനവും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്താൽ കേന്ദ്ര സർക്കാരിന്റെ പ്രകടനം മികച്ചതോ വളരെ മികച്ചതോ ആണ് എന്ന അഭിപ്രായമുള്ള 30% പേരാണുള്ളതെങ്കിൽ
സംസ്ഥാന സർക്കാരിന്റെ പ്രകടനം അതേ മട്ടിൽ മികച്ചതോ വളരെ മികച്ചതോ എന്ന് അഭിപ്രായപ്പെടുന്ന 42% പേർ. നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രേക്ഷകർ ഇനി അധികം കാത്തിരിക്കില്ല കേട്ടോ. നമുക്ക് മണ്ഡലങ്ങളിലേക്ക് പോകണം. തീർച്ചയായിട്ടും പ്രേക്ഷകരെ ഒരുപാട് വെയിറ്റ് ചെയ്യിക്കുന്നില്ല. ഇനി നമുക്ക് ഓരോ മണ്ഡലവും എങ്ങനെയാണ് വിധി എഴുതുന്നത്, എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഇപ്പോ ഇലക്ഷൻ നടന്നാൽ ആരാണ് മുന്നിൽ എന്ന് അറിയാനുള്ള ആ നിമിഷങ്ങളിലേക്ക് പോവാം. ആദ്യ സൂചനകൾ. യെസ്, ആദ്യത്തെ മണ്ഡലം തിരുവനന്തപുരം. യെസ്, തിരുവനന്തപുരം ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം. നമുക്കറിയാം, കഴിഞ്ഞ 3 തവണയായി ശശി തരൂർ 2009 മുതൽ ഹാട്രിക് വിജയം നേടുന്ന തിരുവനന്തപുരം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, 2 തവണയായി BJP 2ാം സ്ഥാനത്ത് വരുന്ന മണ്ഡലം തിരുവനന്തപുരം. ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. നമ്മളിപ്പോൾ പുറത്തെവിടെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞാൽ, ഡൽഹിയിൽ അല്ലെങ്കിൽ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് എന്താ BJP ജയിക്കില്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. BJP സംസ്ഥാനത്ത് ആദ്യമായി കണ്ണുവെച്ച മണ്ഡലമാണ് തിരുവനന്തപുരം. 2014 O രാജഗോപാൽ വിജയത്തിന്റെ അടുത്തുവരെ എത്തി. കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരൻ 2ാം സ്ഥാനത്തെത്തി. കഴിഞ്ഞ 2 തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3ാം സ്ഥാനത്ത് പോയി എന്ന നാണക്കേടുണ്ടായ മണ്ഡലമാണ് അവരെ സംബന്ധിച്ച് തിരുവനന്തപുരം. തീർച്ചയായും ഇത്തവണ തിരുവനന്തപുരത്തെ മത്സരത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് അഭിലാഷ്. 3 സ്ഥാനാർത്ഥികളും തിരുവനന്തപുരത്തുള്ളവരല്ല. 3 സ്ഥാനാർത്ഥികളും തിരുവനന്തപുരത്തുള്ളവരല്ല. 3 സ്ഥാനാർത്ഥികളും അതാത് പാർട്ടികളെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമർഹിക്കുന്ന ആളുകളാണെന്ന് പറയാം. ശശി തരൂർ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം, അദ്ദേഹം വിശ്വ പൗരനായി അറിയപ്പെടുന്നു. തിരുവനന്തപുരത്തിന്റെ MP ആയി 15 വർഷം പൂർത്തിയാക്കുന്ന ശശി തരൂർ CPIയെ സംബന്ധിച്ച് അവർക്ക് നിർത്താൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി, സംസ്ഥാനത്തെ തലമുതിർന്ന നേതാവ് പന്ന്യൻ രവീന്ദ്രൻ. BJPക്ക് വേണ്ടി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. 3 പേർക്കും തോൽവി എന്ന് പറയുന്നത് ആലോചിക്കാൻ പോലും പറ്റില്ല. ഇപ്പൊ തിരുവനന്തപുരത്തിന്റെ കാര്യത്തിൽ പുറത്തുനിന്ന് വരുന്നവരെ സ്വീകരിക്കുന്നതിനൊന്നും ഒരു മടിയുമില്ലാത്ത മണ്ഡലമാണ് തിരുവനന്തപുരം. VK കൃഷ്ണമേനോൻ, PK വാസുദേവൻ നായർ, പന്ന്യൻ രവീന്ദ്രൻ, ശശി തരൂർ, അവരെ എല്ലാവരും ഇവിടെ MP-മാരാക്കിയിട്ടുണ്ട്. പക്ഷെ ഇത്തവണയാണ് അങ്ങനെ ഒരു അപൂർവമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. 3 പേരും പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. 3 പേരും പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. ഇത്തവണത്തെ ത്രികോണത്തിൽ ആരാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്? ഞാൻ ആവർത്തിക്കുന്നു, BJP സംസ്ഥാനത്ത് ആദ്യമായി കണ്ണുവെച്ച, കഴിഞ്ഞ 2 തവണ 2ാം സ്ഥാനത്തെത്തിയ, ഈ തവണ ഗ്ലാമർ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇപ്പോ ഇലക്ഷൻ നടന്നാൽ ആരാണ് മുന്നിൽ? പൊളിറ്റിക്കൽ മാർക്ക് എന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കണക്കിലേക്ക് ഒന്ന് പോയാലോ? പെട്ടെന്ന് പോകാം. യെസ്, വരൂ. ആകാംക്ഷയുടെ നിമിഷങ്ങളാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ. തിരുവനന്തപുരം മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ശശി തരൂർ 37% വോട്ടോടുകൂടി മുന്നിൽ നിൽക്കുമ്പോൾ 2ാം സ്ഥാനത്ത് പന്ന്യൻ രവീന്ദ്രൻ 34%, 3ാം സ്ഥാനത്താണ് രാജീവ് ചന്ദ്രശേഖർ 27%. ഇത് സർപ്രൈസിംഗ് ആണ്. കാരണം BJP ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നോക്കൂ, 3ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു. അതെ, ഇതാണ് ഈ ഒരു പക്ഷേ തിരുവനന്തപുരം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു സസ്പെൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ 2 പ്രാവശ്യമായി 3ാം സ്ഥാനത്തായി പോയി കഴിഞ്ഞ CPI അല്ലെങ്കിൽ ഇടത് സ്ഥാനാർത്ഥി ഇത്തവണ 2ാമത് വരുന്നു എന്നുള്ളതാണ് P-മാർക്കിന്റെ ഇപ്പോഴത്തെ സർവേ ഫലത്തിൽ പറയുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് കൗതുകകരമാണ്. കാരണം ഇവിടെ LDF UDF പോരാട്ടത്തെക്കാൾ NDA UDF പോരാട്ടം എന്നുള്ളതായിരുന്നു കഴിഞ്ഞ 2 വർഷത്തെയും കഴിഞ്ഞ 2 തവണത്തെയും സാഹചര്യമെങ്കിൽ ഇത്തവണ ഞാൻ ഈ ഡേറ്റയിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇത്തവണ പോരാട്ടം LDF UDF ആണ്. എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? BJPയെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി നിർണയത്തിൽ അവർ ഉദ്ദേശിച്ച ഇമ്പാക്ട് ഉണ്ടായില്ലേ? അതൊരു കാര്യമാകാം. അതിനപ്പുറം 2014 CPIയുടെ സ്ഥാനാർത്ഥി ദുർബലനായ സ്ഥാനാർത്ഥിയായി പോയി, ബെന്നറ്റ് എബ്രഹാം. അതിനുശേഷം കഴിഞ്ഞ തവണ ഒരു വലിയ ഒഴുക്ക് ശശി തരൂരിന് അനുകൂലമായി വന്നപ്പോൾ ഇടതു കോട്ടകൾ പോലും തകർന്നു വീണു. അങ്ങനെയായിരിക്കാം ഒരു പക്ഷേ C-ദിവാകരൻ ഇതിനു മുൻപ് മന്ത്രിയായിരുന്നു C-ദിവാകരൻ മത്സരിച്ചപ്പോൾ അദ്ദേഹം പിറകിലായി പോയത്. ഇതെല്ലാം ആയിരിക്കാം CPIയെ 3ാം സ്ഥാനത്ത് എത്തിച്ചത്. ഇത്തവണ പന്ന്യൻ രവീന്ദ്രൻ എന്ന ഇതിനു മുൻപ് ഇവിടെ നിന്ന് ജയിച്ച ആളാണ് പന്ന്യൻ രവീന്ദ്രൻ. യെസ്, ഈ കണക്കിൽ നിന്നുള്ള എന്റെ ഇക്കാര്യത്തിലെ ടേക്ക് അവേ എന്താണെന്ന് വെച്ചാൽ, നോക്കൂ, വെറും 3% വ്യത്യാസം മാത്രമാണ് ശശി തരൂരും പന്ന്യൻ രവീന്ദ്രനും തമ്മിൽ ഈ സമയത്തുള്ളത് P-മാർക്കിന്റെ കണക്കനുസരിച്ച്. എന്ന് പറഞ്ഞാൽ ഈ 3% എന്ന് പറഞ്ഞാൽ ഇനി ഇലക്ഷണറിംഗ് നടക്കാൻ പോകുന്നേ ഉള്ളൂ. വേണമെങ്കിൽ ബ്രിഡ്ജ് ചെയ്യാൻ കഴിയുന്ന ഒരു ഗ്യാപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു എന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഇപ്പോൾ CPM-ന്റെ മെഷീനറി ഏറെക്കുറെ സമ്പൂർണ്ണമായിട്ട് ആറ്റിങ്ങലിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ഇഞ്ചോടിഞ്ച് മത്സരം എന്ന് പറയുന്നത് കോൺഗ്രസും ശശി തരൂരും പന്ന്യൻ രവീന്ദ്രനും തമ്മിലാണ്. ആകുകയാണെങ്കിൽ ആകുക. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് BJP കുറച്ച് പുറകിലാണ്. BJP 27% ഇപ്പോഴത്തെ കണക്കനുസരിച്ച് മാറുന്നുവെങ്കിൽ അത് ചില സൂചനകൾ നൽകുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ എത്രമാത്രം സ്വീകാര്യനാണ്, ഇവിടുത്തെ കേരള BJP യൂണിറ്റിന് അദ്ദേഹം എത്ര സ്വീകാര്യനാണ്, രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരംകാർക്ക് അത്ര പരിചയമുണ്ടോ? ഇപ്പോൾ ഞാൻ പറയുന്നത് അദ്ദേഹത്തെ നഗര വോട്ടർമാർക്കൊക്കെ നല്ല പരിചയമായിരിക്കും, പക്ഷേ നഗര വോട്ടർമാർ മാത്രം അടങ്ങുന്ന മണ്ഡലമല്ലല്ലോ തിരുവനന്തപുരം. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഈ മണ്ഡലത്തിൽ അത്ര സ്വീകാര്യനായോ എന്ന സംശയം ഉയർത്തുന്നു. BJPയുടെ
ഇവിടുത്തെ സ്റ്റേറ്റ് യൂണിറ്റ് എത്രമാത്രം രാജുവിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു എന്ന സംശയം ഉയർത്തുന്നു. അതുപോലെ തന്നെ അഭിലാഷ് പറഞ്ഞ ഇപ്പൊ ഈ വോട്ട് ഡിഫറൻസിന്റെ പെർസെന്റേജ് ഡിഫറൻസിന്റെ കാര്യം, കഴിഞ്ഞ തവണ വിജയിച്ച ശശി തരൂരും BJP സ്ഥാനാർത്ഥിയും കുമ്മനവും തമ്മിൽ 8% ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇത്തവണ അത് രണ്ടുപേരും തമ്മിൽ, മുന്നിൽ വരുന്ന രണ്ടുപേരും തമ്മിൽ 3% ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ തവണത്തെ നമുക്കൊരു നോർമലായിട്ട് എടുക്കാൻ കഴിയില്ല. 2014 2% ഡിഫറൻസേ ഉണ്ടായിരുന്നുള്ളൂ. വെറും അത് NDAയും UDF-ഉം തമ്മിലായിരുന്നു. ഇത്തവണ അങ്ങനെയെങ്കിൽ ഈ സൂചന അനുസരിച്ചാണെങ്കിൽ ലെഫ്റ്റ് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഇവിടെ നടത്തുന്നു. അതിന് ഒരു പക്ഷേ പല കാരണങ്ങളുണ്ടാവും. എനിക്ക് തോന്നുന്നു ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും രണ്ടുപേരും വലിയ, അപ്പം ശശി തരൂർ വിശ്വപൗരനാണ്, രാജീവ് ചന്ദ്രശേഖർ കോർപ്പറേറ്റ് ലോകത്ത് നിന്ന് വന്ന ആളാണ്. അവർ രണ്ടുപേരും അപ്പീൽ ചെയ്യുന്ന ഒരു ജനവിഭാഗമുണ്ട്. അതിനപ്പുറത്ത് വളരെ സാധാരണക്കാരായ ആളുകൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നത് ഒരു പക്ഷേ പന്ന്യൻ രവീന്ദ്രനെ ആകാം, ഒരു സാധാരണ ഓട്ടോറിക്ഷ തൊഴിലാളിക്ക്, അതല്ലെങ്കിൽ ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരാൾക്ക്, ഒരു പീടികയിൽ ജോലിക്ക് നിൽക്കുന്ന ആൾക്ക്. കാരണം പന്ന്യൻ രവീന്ദ്രൻ രാവിലെ ഒരു കൈലിമുണ്ട് കൊടുത്ത് അവിടെ കട്ടൻ ചായയും പുട്ടും കഴിക്കുന്ന ആളാണ്. മറ്റു രണ്ടുപേരും സ്യൂട്ട് ഇട്ട് നടക്കുന്ന, എന്താ പറയാ, ബിസിനസ് ക്ലാസ്സിൽ പറന്ന് നടക്കുന്ന രണ്ട് കഥാപാത്രങ്ങളാണ്. അഭിലാഷ് പറഞ്ഞത് ശരിയാണ്. പ്രത്യേകിച്ചും ഈ നഗരത്തിന് പുറത്തുള്ള ഗ്രാമപ്രദേശങ്ങളിൽ ഒരുപക്ഷെ ഈ സൂചന അനുസരിച്ചാണെങ്കിൽ പന്ന്യൻ രവീന്ദ്രന് കൂടുതൽ പിന്തുണ കിട്ടുന്നുണ്ടാകണം. പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പി മാർക്കിന്റെ ഈ തെരഞ്ഞെടുപ്പ് ഫലസൂചനയുടെ ആകെ തുക. 34% പിന്തുണ ഇതിനോടകം പന്ന്യൻ രവീന്ദ്രനെ സംബന്ധിച്ചുണ്ട്. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ശശി തരൂരാണ്. 37% വോട്ട് വിഹിതം ഇപ്പോഴത്തെ കണക്കനുസരിച്ചാണെങ്കിൽ ശശി തരൂരിന് ലഭിക്കാം. അത് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് വേണമെങ്കിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കാം എന്നുള്ളതിന്റെ സൂചനയാണ്. പക്ഷേ സ്റ്റിൽ ശശി തരൂർ ഈസ് അഹെഡ്. ശശി തരൂരിന് തിരുവനന്തപുരത്ത് മുൻതൂക്കം എന്നുള്ളതാണ് പ്രേക്ഷകരോട് ആദ്യത്തെ മണ്ഡലവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം. തീർച്ചയായും ഈ ഏകപക്ഷീയമായ മത്സരങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫലം വരുന്നത് എന്നതിന് ജനാധിപത്യത്തിന് ഒരിക്കലും ഗുണകരമായ ഒരു കാര്യമല്ല. 3 പേർ മത്സരിക്കുകയാണെങ്കിൽ 3 പേരും തുല്യശക്തികളായി മത്സരിക്കട്ടെ. ഇനിയും BJPക്ക് മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ CPIക്ക് ഈ മത്സരം കുറെ കൂടി കടുപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും 2005 ആവർത്തിക്കുമെന്ന് LDFന് പ്രതീക്ഷിക്കാം. അങ്ങനെയല്ല, 2009 മുതലുള്ള പാറ്റേൺ തുടരുമെന്ന് UDFന് വിചാരിക്കാം. ഞങ്ങൾക്ക് ഇനിയും ഒരു പക്ഷേ 2014 O രാജഗോപാൽ അടുത്തെത്തിയതുപോലെയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ കഴിയും എന്ന് ഇനിയും BJPക്ക് വേണമെങ്കിൽ കരുതാം. കാരണം ഇനിയുണ്ട് 38 ദിവസങ്ങൾ, അല്ലേ? എന്തായാലും കാത്തിരിക്കാം. എന്തായാലും മാതൃഭൂമി ന്യൂസ് പി മാർക്ക് അഭിപ്രായ സർവേ അനുസരിച്ച് തിരുവനന്തപുരത്ത് മുൻതൂക്കം ശശി തരൂരിന്, തൊട്ടു പിന്നിൽ പന്ന്യൻ രവീന്ദ്രൻ, 27% വോട്ടുമായി രാജീവ് ചന്ദ്രശേഖർ 3-ാം സ്ഥാനത്ത്. തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നെ കാസർഗോഡാണ്. കാസർഗോഡ് ഇപ്പോൾ നമുക്ക് ഈ നേരത്തെ പ്ലാൻ ചെയ്ത സിൽവർ ലൈൻ ഉണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് എത്താമായിരുന്നു. എന്തായാലും സിൽവർ ലൈൻ ഇത്തവണ അത്ര വലിയ തെരഞ്ഞെടുപ്പ് വിഷയമൊന്നും അല്ലാന്ന് തോന്നുന്നു. തെരഞ്ഞെടുപ്പ് വിഷയമേ അല്ല. കേരളത്തിൽ ആരും, CPM പോലും സിൽവർ ലൈനെ കുറിച്ച് സംസാരിക്കുന്നില്ല. തൃക്കാക്കര തെരഞ്ഞെടുപ്പോട് കൂടി സിൽവർ ലൈൻ ഉപേക്ഷിച്ചു. കാസർഗോഡിനെ കുറിച്ച് പറയുമ്പോൾ, കാസർഗോഡ് എന്ന് പറയുമ്പോൾ ഇടതുപക്ഷത്തിന്റെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തട്ടകങ്ങൾ ചേർന്ന, ഇപ്പോൾ മുദ്രാവാക്യത്തിലൊക്കെ പറയുന്ന കയ്യൂരും കരിവെള്ളൂരും ചീമേനിയും അതുപോലെ തന്നെ മുനയംകുന്നും ഒക്കെ ചേർന്ന ഇടതുപക്ഷ ഭൂമികയാണ് കാസർഗോഡ്. കാസർഗോഡ്, തൃക്കരിപ്പൂര്, പയ്യന്നൂര്, അതുപോലെ തന്നെ കല്യാശ്ശേരി, കമ്മ്യൂണിസ്റ്റുകാരെ മാത്രം നിയമസഭയിലേക്ക് അയച്ചിട്ടുള്ള മണ്ഡലങ്ങളുള്ള കാസർഗോഡാണ്. ആ കാസർഗോഡ് കഴിഞ്ഞ തവണ രാജ്മോഹൻ ഉണ്ണിത്താൻ ജയിച്ചു എന്നുള്ളത് എന്തൊരു അത്ഭുതമായിരുന്നു. അത് കഴിഞ്ഞ തവണത്തെ വേവ് എന്ന് പറയുന്നത് ആ രീതിയിലായിരുന്നു. അതിന്റെ കൂടി ഫലമായിരുന്നു കഴിഞ്ഞ തവണ കാസർഗോഡ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇത്തവണ കാസർഗോഡ് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അഭിലാഷ് തന്നെ പറയണം. അത് ഞാൻ പറയാം. ഇപ്പോൾ കാസർഗോഡിനെ സംബന്ധിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ കാസർഗോഡ് നിന്ന് MP ആകുന്ന 3-ാമത്തെ കോൺഗ്രസ്സുകാരൻ മാത്രമാണ്. മുമ്പ് രാമേന്ദ്രൻ കടന്നപ്പള്ളി അവിടെ MP ആയിട്ടുണ്ട്, EK നായനാർ തോപ്പിച്ച്. പിന്നെ ഐ രാമറായി, 2 കോൺഗ്രസ്സുകാരെ ഇതിനു മുമ്പ് രാജ്മോഹൻ ഉണ്ണിത്താന് മുമ്പ് കാസർഗോഡ് ജയിച്ചിട്ടുള്ളത്. AKG 60% വോട്ട് നേടി ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ്. ആ കാസർഗോഡ് കഴിഞ്ഞ തവണ രാജ്മോഹൻ ഉണ്ണിത്താൻ ജയിച്ചു. അദ്ദേഹം അവിടുത്തെ ഉണ്ണിച്ചയായി മാറി 5 കൊല്ലം MP ആയി പ്രവർത്തിച്ചു. അപ്പോൾ ആ 5 കൊല്ലം പ്രവർത്തിച്ച MPക്ക് ഇത്തവണ എത്ര മാർക്ക് കിട്ടും എന്നുള്ളതാണ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അഭിലാഷ് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ കാസർഗോഡ് എന്താണ് സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചന എനിക്ക് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. കാസർഗോഡ് എന്ത് സംഭവിക്കും? കാസർഗോഡ് എന്ന ഇടത് കോട്ട, ഉറച്ച കമ്മ്യൂണിസ്റ്റ് കോട്ട ഇത്തവണ CPM തിരിച്ചു പിടിക്കുമോ? അതോ ഉണ്ണിച്ചയായി മാറിയ രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ തവണ ഞാൻ നേടിയതൊരു ഫ്ലൂക്കല്ല എന്ന് തെളിയിക്കുമോ എന്ന് നമുക്കറിയേണ്ട അവസരമാണ്. ആ റിസൾട്ടിലേക്ക് ഒന്ന് പോകാൻ തോന്നുന്നു. യെസ്, വരൂ, കാസർഗോഡ് എന്ത് സംഭവിക്കുന്നു? അഭിലാഷ് നേരത്തെ ഇത് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഇതിന്റെ റിസൾട്ട് ഇങ്ങനെയാണോ വരുന്നതെന്ന് എനിക്കൊരു സംശയം തോന്നിയിരുന്നു. എന്തുകൊണ്ടായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ചിന്ത. ഒന്ന്, CPM-നെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി നിർണയത്തിൽ
ഒരു പാളിച്ച പറ്റിയെന്ന് തോന്നുന്നു. കാരണം എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ അവിടെ കാസർഗോഡ് ജില്ലയിൽ അദ്ദേഹം പാർട്ടി സംഘടനാ രംഗത്തൊക്കെ ഉണ്ടെങ്കിലും കണ്ണൂർ ജില്ലയുടെ ഭാഗമായിട്ടുള്ള 3 മണ്ഡലങ്ങളിൽ അദ്ദേഹം എത്രമാത്രം ജനകീയനാണ്, പാർട്ടിക്ക് പുറത്തുള്ള എത്രമാത്രം വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന ആളാണ് എന്ന ഒരു സംശയം ഈ സർവേ റിസൾട്ട് നൽകുന്നു. ഇത് മാത്രമല്ല രാജ്മോഹൻ ഉണ്ണിത്താൻ MP എന്നുള്ള നിലയിൽ അവിടെ നന്നായി പെർഫോം ചെയ്തു എന്ന് വേണം. ഇതിനകത്ത് ഒരു കാര്യം, ഈ കഴിഞ്ഞ തവണത്തേക്കാൾ രാജ്മോഹൻ ഉണ്ണിത്താൻ വോട്ട് പെർസെൻറ്റേജിൽ നില മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ മെച്ചപ്പെടുത്തുന്നുണ്ട്, പക്ഷേ CPM പുറകോട്ട് പോകുന്നു. BJP വലിയ രീതിയിൽ വോട്ട് നില മെച്ചപ്പെടുത്തുന്നുണ്ട്. BJP പരമ്പരാഗതമായി BJPക്ക് സ്വാധീനമുള്ള മേഖലകൾ 2 മണ്ഡലങ്ങൾ മഞ്ചേശ്വരവും കാസർഗോഡും ഈ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതാണ്. അതിൽ മഞ്ചേശ്വരത്ത് കേവലം 82 വോട്ടിന് മാത്രമാണ് നിയമസഭയിലേക്ക് K. സുരേന്ദ്രൻ പരാജയപ്പെട്ടത് എന്നുള്ളത് നമുക്കറിയാം. എന്തായാലും BJPയെ സംബന്ധിച്ച് BJPയുടെ ചില കാച്ച്മെന്റ് ഏരിയകൾ ഉൾക്കൊള്ളുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താന് വേണ്ടി ഇത്തവണയും കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെ ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം അവിടെ ഉണ്ടാകുന്നു എന്ന് വേണം ഈ ഡാറ്റയിൽ നിന്ന് ഇതാകും അന്തിമ റിസൾട്ട് എങ്കിൽ മനസ്സിലാക്കാൻ. അല്ല, കഴിഞ്ഞ തവണ ഇത്തരത്തിലൊരു കാസർഗോഡ് ഈ റിസൾട്ട് ഉണ്ടായപ്പോൾ പ്രധാനമായും നമ്മൾ പറഞ്ഞ കാര്യം, നമ്മൾ വിശകലനം നടത്തിയതും വിലയിരുത്തിയതും ഒക്കെ ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം UDFന് അനുകൂലമായി കോൺഗ്രസിന് അനുകൂലമായി ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷേ അതിലേക്കും അപ്പുറം ചില കാര്യങ്ങൾ, അത് പ്രത്യേകിച്ചും ഉണ്ണിച്ചയുടെ 5 വർഷത്തെ പ്രവർത്തനമാണോ എന്ന് ഇപ്പോൾ സംശയം തോന്നുന്നു. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ അനുമാനിക്കാം. അല്ല, അദ്ദേഹം 5 വർഷം കാസർഗോഡുകാരനായിരുന്നു, കൊല്ലത്തേക്ക് അപൂർവമായിട്ടാണ് വന്നിട്ടുള്ളത് പോലും. അതൊരു ഘടകമായിരിക്കാം. മുസ്ലിം ലീഗ് കാര്യമായി തന്നെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി എന്നതുപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനെ കഴിഞ്ഞ തവണ ട്രീറ്റ് ചെയ്തിരുന്നു. അത് ഇക്കുറിയും ഉണ്ടാകുന്നു എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. എന്തായാലും കാസർഗോഡ് നമുക്ക് ഇപ്പോൾ പ്രേക്ഷകരോട് പറയാവുന്ന കാര്യം, കാസർഗോഡ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുമെന്നാണ് P. മാർക്ക് പറയുന്നത്. അഭിലാഷ്, അതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. 2014 P. കരുണാകരന് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ഏതാണ്ട് 7,000 കഷ്ടിച്ച് 7,000 വോട്ടിന് മാത്രമാണ് രക്ഷപ്പെട്ടത്. ഇപ്പോ ഈ പറയുന്ന പ്രായം, ഈ പുതുതലമുറയ്ക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നതിന് ഒരുപക്ഷെ അല്ലെങ്കിൽ കുറവ് വരുന്ന രീതിയിലുള്ള സ്ഥാനാർത്ഥി, അതൊരു പക്ഷേ CPMന് തിരിച്ചടി ആയിട്ടുണ്ടാവുക ഇപ്പോഴത്തെ ഈ സൂചന അനുസരിച്ച്. CPM കാസർഗോഡിനെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയി കാണുന്നതിന്റെ പ്രശ്നം ഇക്കാര്യത്തിൽ ഉണ്ടെന്ന് തോന്നുന്നു. ഇത്തവണ CPMന് LDFന് കേരളത്തിൽ ജയിക്കാൻ കഴിയുമായിരുന്ന മണ്ഡലങ്ങളിൽ ഒന്നും ഇപ്പോഴും കഴിയില്ല എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. കാരണം ഇത് റിസൾട്ട് അല്ല, ഇത് ഇലക്ഷന് 40 ദിവസം മുമ്പ് വന്നിട്ടുള്ള ഒരു പ്രീപോൾ സർവേ മാത്രമാണ്. പക്ഷേ ഈ സർവേയുടെ സൂചന അനുസരിച്ച് വന്നതിന് ശേഷമുള്ളതാണ്. അതെ, സർവേയുടെ സൂചന അനുസരിച്ച് അവിടെ രാജ്മോഹൻ ഉണ്ണിത്താനാണ് മുൻപിൽ. റിസൾട്ട് കഴിയുമ്പോൾ ഇങ്ങനെ തന്നെയാണോ എന്ന് അറിയില്ല. എന്തായാലും അവിടെ ജയിക്കണമെങ്കിൽ CPMനെ സംബന്ധിച്ച് LDFനെ സംബന്ധിച്ച് നന്നായി വിയർപ്പൊഴുക്കേണ്ടി വരും. രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഇപ്പോൾ പോൾ പൊസിഷൻ. ജയിക്കണമെങ്കിൽ, ഒപ്പം പിടിക്കണമെങ്കിൽ CPMന്റെ സ്ഥാനാർത്ഥിയുടെ കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കി അത് മറികടക്കാനുള്ള പ്രചരണ തന്ത്രം അവരുണ്ടാക്കേണ്ടി. തീർച്ചയായിട്ടും. എന്തായാലും കാസർഗോഡിനെ സംബന്ധിച്ച് കാസർഗോഡ് ഒരു സർപ്രൈസ് നൽകുന്നു. കാസർഗോഡ് എന്ന CPM കോട്ട ഇത്തവണയും രാജ്മോഹൻ ഉണ്ണിത്താൻ ഭരിക്കാനാണ് ഇപ്പോഴത്തെ നിലയിൽ P. മാർക്കിന്റെ ഈ സർവേ അനുസരിച്ച് ഇപ്പോഴത്തെ നിലയിലുള്ള എല്ലാ സൂചനയും അങ്ങനെയാണ്. നമ്മൾ ഇതിനോടകം നമ്മുടെ സംസ്ഥാന സർക്കാരിനെ കുറിച്ചുള്ള ജനങ്ങളുടെ വിലയിരുത്തൽ, കേന്ദ്ര സർക്കാരിനെ കുറിച്ചുള്ള ജനങ്ങളുടെ വിലയിരുത്തൽ, ഇതൊക്കെ കഴിഞ്ഞു. ഇനി ഏത് നേതാവാണ് കേരളത്തിൽ ഏറ്റവും പോപ്പുലർ എന്ന് അറിയുന്നത് കൗതുകകരമായിരിക്കും. ഉറപ്പായിട്ടും കൗതുകകരമാണ്. നേതാക്കൾ വലിയ രീതിയിലുള്ള ജനപിന്തുണ, രാഷ്ട്രീയത്തിനപ്പുറം, രാഷ്ട്രീയ പാർട്ടികൾക്കപ്പുറം, ആശയത്തിനപ്പുറം നേതാക്കൾക്ക് ലോകമെമ്പാടും വലിയ രീതിയിലുള്ള ജനപിന്തുണ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഏത് നേതാവിനാണ്, ദേശീയ തലത്തിലുള്ള ഏത് നേതാവിനാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പിന്തുണ കിട്ടുന്നത്? തീർച്ചയായിട്ടും നരേന്ദ്രമോദിയാണ് BJPയെ സംബന്ധിച്ച് BJPയുടെ ട്രംപ് കാർഡ്. നരേന്ദ്രമോദിയാണ് BJPയുടെ വോട്ട് ക്യാച്ചർ. നരേന്ദ്രമോദിയേക്കാൾ രാഹുൽ ഗാന്ധി പോപ്പുലർ ആയിട്ടുള്ള 3 സംസ്ഥാനങ്ങളേ ഉള്ളൂ ഇന്ത്യയിൽ. അതിലൊന്ന് കേരളമാണ്. കേരളം, തമിഴ്നാട്, പഞ്ചാബ്, ഈ 3 സംസ്ഥാനങ്ങളിലാണ് മോഡിക്ക് രാഹുലിനേക്കാൾ ജനപ്രീതി കുറവുള്ളത്. നമ്മുടെ ഏറ്റവും പുതിയ കണക്ക് P. മാർക്ക് തരുമ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കുമോ എന്നുള്ളതാണ് എന്റെ സംശയം. മോദി ജനപിന്തുണ കൂട്ടിയിട്ടുണ്ടോ? നമുക്ക് ഈ കണക്കുള്ളപ്പോൾ നമുക്ക് സംശയത്തിന്റെ ഗസ് ചെയ്യേണ്ട കാര്യം. കേരളത്തിൽ ഏറ്റവും അധികം ജനപിന്തുണയുള്ള ദേശീയ നേതാവ് നരേന്ദ്രമോദിക്ക് 16%, രാഹുൽ ഗാന്ധിക്ക് 32%. മോദിയുടെ ഇരട്ടിയാണ് രാഹുൽ ഗാന്ധിയുടെ ജനപിന്തുണ കേരളത്തിൽ. നരേന്ദ്രമോദിയേക്കാൾ ഇരട്ടി ജനപിന്തുണയുള്ള നേതാവാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ കേട്ടോ. പിണറായി വിജയൻ 24%, ശശി തരൂർ 1%, പ്രിയങ്ക ഗാന്ധി 3%, മറ്റുള്ളവർ 5%. 19% ആളുകൾ ഒരഭിപ്രായവും പറഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പോ ധാരാളം CPM വോട്ടർമാരുള്ളതുകൊണ്ടാണ് പിണറായി വിജയന് 24% പേരുടെ, അതും പ്രധാനമന്ത്രിയേക്കാൾ കൂടുതൽ പിന്തുണ ദേശീയ തലത്തിൽ ഉള്ള നേതാവ് എന്ന രീതിയിൽ കേരളത്തിൽ നിന്ന് പിണറായി വിജയൻ. സ്വാഭാവികമായിട്ടും കേരളത്തിൽ BJP 3ാമത്തെ വലിയ കക്ഷി മാത്രമാണ്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ ശക്തികൾ കോൺഗ്രസും CPM-ഉമാണ്. അതുകൊണ്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിലെ ഏറ്റവും ജനകീയനായ ദേശീയ നേതാവായി മാറുമ്പോൾ 2ാം സ്ഥാനത്ത് പിണറായി വിജയൻ സംസ്ഥാന മുഖ്യമന്ത്രി എത്തി. രാഹുൽ ഗാന്ധിക്ക് ഈ 32% എന്ന് പറയുന്നത് ഒട്ടും അത്ഭുതമല്ല. കാരണം
കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്നുള്ള ഒരു തോന്നൽ, അതൊക്കെയാണ് വലിയ UDF വേവ് ഉണ്ടാക്കിയത്. തീർച്ചയായിട്ടും. എന്തായാലും നരേന്ദ്രമോദി ഇന്നുകൂടി ഒരു റോഡ് ഷോ പാലക്കാട് നടത്തിയിട്ടേ ഉള്ളൂ. അദ്ദേഹം തൃശ്ശൂരിൽ റോഡ് ഷോ നടത്തി നാരി ശക്തി പ്രഖ്യാപനം നടത്തുന്നത് കണ്ടു. എറണാകുളത്ത് നമ്മൾ റോഡ് ഷോ കണ്ടു. ആ റോഡ് ഷോകൾക്കൊക്കെ അപ്പുറത്തും കേരളത്തിൽ നരേന്ദ്രമോദിയേക്കാൾ ഇരട്ടി ജനപ്രീതി രാഹുൽ ഗാന്ധിക്കാണ്. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചോ, ഇതിനകത്ത് നരേന്ദ്രമോദി അല്ലാതെ കേരളത്തിൽ നിന്നുള്ളൊരു BJP നേതാവ് വന്നിട്ടുമില്ല. ഇല്ല. കോൺഗ്രസിന്റെ ശശി തരൂരും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ വന്നിട്ടുണ്ട്. അതെ, അത് ഇപ്പോ ഈ പല സംസ്ഥാനങ്ങളിലും, ഇത് കേരളം എന്ന് പറയണ്ട, പല സംസ്ഥാനങ്ങളിലും BJPയുടെ ഏറ്റവും വലിയ നേതാവ് നരേന്ദ്രമോദിയാണ്. സംസ്ഥാന മുഖ്യമന്ത്രിമാർ ഉള്ള നാടുകളിൽ പോകും. നമ്മള് കേരളത്തിൽ ഏറ്റവും ജനപ്രിയനായ ദേശീയ നേതാവിനെ കണ്ടു. സംസ്ഥാനത്തെ നേതാവ് ആരായിരിക്കും എന്നുള്ളതും കൗതുകം അവശേഷിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ചോദ്യമാണ്. കേരളത്തിൽ ഇപ്പോഴുള്ള നേതാക്കളിൽ ഏറ്റവും പോപ്പുലർ ആരാണ്, കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന നേതാവ് ആരാണ് എന്ന ചോദ്യം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ചും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യമാണ്. അത് ഈ രാഷ്ട്രീയത്തിനപ്പുറം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേതൃ പദവി അല്ലെങ്കിൽ നേതാവ് എന്നുള്ള രീതിയിൽ അതിന് പ്രാധാന്യം വന്നതോടുകൂടി ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഉള്ള നേതാവ് എന്ന് പറയുന്നത് തീർച്ചയായും പ്രധാനപ്പെട്ട ഒരു കാര്യം. ശരി, ഓക്കെ. കേരളത്തിലെ ഏറ്റവും പോപ്പുലറായ നേതാവ് ആരാണ്, കേരളത്തിലെ ജനകീയ നേതാവ് ആരാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇതാ സ്ക്രീനിൽ. പിണറായി വിജയൻ 31%, രമേശ് ചെന്നിത്തല 14%, അതിനോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും 14%. ഇഞ്ചോടിഞ്ചാണ് 14 വീതം VD സതീശനും രമേശ് ചെന്നിത്തലയും പങ്കെടുപ്പോൾ ശശി തരൂരിന് 7% ആളുകളെ ആകർഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ BJPയിലേക്ക് പോയാൽ K സുരേന്ദ്രൻ 8%. അത് ശശി തരൂരിനേക്കാൾ 1% മുന്നിൽ K സുരേന്ദ്രൻ ഉണ്ട്. മറ്റുള്ളവർ 12%. യെസ്. അപ്പോ എനിക്ക് തോന്നുന്നു CPM അണികളെയും CPM അഭിപ്രായമില്ലാത്ത ഒരു 14% വേറെയുണ്ട്. CPM അണികളെ അനുകൂലികളെയൊക്കെ സംബന്ധിച്ച് അവർക്ക് പിണറായി വിജയൻ അല്ലാതെ വേറൊരു നേതാവില്ല. പക്ഷേ കോൺഗ്രസിനോട് താല്പര്യമുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് ചോദിക്കുമ്പോൾ അവർക്ക് ഓപ്ഷനായിട്ട് ശശി തരൂർ മുതൽ രമേശ് ചെന്നിത്തലയും VD സതീശനും വരെയുണ്ട്. മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും സമനിലയിലാണ് എന്നുള്ളത് കൗതുകകരമാണ്. അത് വളരെ കൗതുകമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. 2 മണ്ഡലങ്ങളിലെ സൂചന മാത്രമേ ഇതുവരെ വന്നിട്ടുള്ളൂ. അഭിലാഷ്, ഇനിയും 5 മണ്ഡലങ്ങൾ ബാക്കിയാണ്. കൂടുതലും ജനങ്ങൾ കാത്തിരിക്കുന്നത് ഈ മണ്ഡലങ്ങളിൽ ആര് മുന്നിൽ എന്ന് അറിയാനാണ്. ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഇത് കാത്തിരിക്കുന്നു. യെസ്, നമുക്ക് മണ്ഡലങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. അവിടെ ഞാൻ പറഞ്ഞതുപോലെ ചില സർപ്രൈസുകൾ ബാക്കിയുണ്ട്, ആരും പോകരുത്. മാതൃഭൂമി ന്യൂസ് പി മാർക്ക് അഭിപ്രായ സർവേ തുടരുകയാണ്, ഒരു നിർണായക ഘട്ടത്തിലേക്ക് എത്തുകയുമാണ്. അഭിലാഷ്, ഇത് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ 5 തെങ്ങ് കോട്ടയോട് ചേർന്ന് ലൈറ്റ് ഹൗസ് ആണല്ലോ ഇപ്പൊ കണ്ടത്. യെസ്, ആറ്റിങ്ങൽ LDFനെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലായ മണ്ഡലമാണ്. കാരണം അവര് 2009 കേരളത്തിൽ 16 മണ്ഡലം തോറ്റപ്പോൾ പോലും ജയിച്ച മണ്ഡലമാണ് ആറ്റിങ്ങൽ. ഈ തിരുവിതാംകൂറിൽ LDFന് ജയിക്കാൻ ഏറ്റവും പറ്റിയ മണ്ഡലവുമാണ്. അത് എത്രയോ തവണയായിട്ട് ആറ്റിങ്ങൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളുകളായിട്ട് അവർക്കൊരു ഷുവർ സീറ്റ് ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം അടൂർ പ്രകാശ് എല്ലാം അട്ടിമറിച്ചു കളഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ തരംഗം, വലിയ കാറ്റ് ആറ്റിങ്ങലിനെയും കടപുഴക്കി. സമ്പത്ത് പരാജയപ്പെട്ടു. ഇത്തവണ LDF ലക്ഷ്യമിടുന്നത് നഷ്ടമായ ആറ്റിങ്ങൽ തിരിച്ചുപിടിക്കാനാണ്. അതേസമയം തന്നെ കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രനിലൂടെ BJP നേടിയ വോട്ടുകളിൽ ഇത്തവണ അവർ അതിൽ വലിയ വർധന പ്രതീക്ഷിച്ചു. വി മുരളീധരനെ അവിടെ ഇറക്കിയിരിക്കുകയാണ്. വി മുരളീധരൻ കഴക്കൂട്ടത്ത് വന്ന് വലിയ ശക്തമായ മത്സരം കാഴ്ചവെച്ചു. അങ്ങനെ കഴക്കൂട്ടത്തിന് അതിന്റെ പരിസരം, കഴക്കൂട്ടം മണ്ഡലം, നിയമസഭാ മണ്ഡലം ഇതിനകത്തില്ല, ആറ്റിങ്ങലില്ല. പക്ഷെ അതിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലേക്ക് അദ്ദേഹം മത്സരിക്കുന്നു. വി മുരളീധരൻ കഴിഞ്ഞ കുറെ നാളുകളായി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ. അതായത് തിരുവനന്തപുരം, തൃശൂർ തുടങ്ങിയ മണ്ഡലങ്ങൾക്കപ്പുറത്ത് BJP ലക്ഷ്യമിടുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അപ്പോൾ LDFനെ സംബന്ധിച്ച് അവരുടെ നഷ്ടപ്പെട്ട കോട്ട തിരിച്ചുപിടിക്കണം. UDFനെ സംബന്ധിച്ച് അടൂർ പ്രകാശിലൂടെ നേടിയ അവരുടെ വിജയം നിലനിർത്തണം. BJPയെ സംബന്ധിച്ച് ഞങ്ങൾ ഇതാ വരുന്നു എന്ന് തെളിയിക്കാനുള്ള ഒരു അവസരമായി ഇതിനെ ഉപയോഗിക്കണം. 3 മുന്നണികൾക്കും നിർണായകമായിട്ടുള്ള മണ്ഡലമാണ് ആറ്റിങ്ങൽ. ആറ്റിങ്ങലിലെ റിസൾട്ട് നോക്കാം. ആറ്റിങ്ങലിൽ ഇത്തവണ എന്ത് സംഭവിക്കും? വരട്ടെ. അടൂർ പ്രകാശ് ആറ്റിങ്ങൽ അടൂർ പ്രകാശ് നിലനിർത്തുന്നു. സർപ്രൈസിംഗ് ആണ്. അടൂർ പ്രകാശ് 36% കാണിക്കുമ്പോൾ ഇവിടെ വി ജോയ് 32%, അതുപോലെ തന്നെ വി മുരളീധരൻ 29%. 4% വ്യത്യാസമാണ് അടൂർ പ്രകാശും വി ജോയും തമ്മിൽ. കഴിഞ്ഞ തവണയും ഇത് ഏതാണ്ട് 4% തന്നെ ആയിരുന്നു. പക്ഷേ അത് വലിയ രീതിയിൽ 38,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം അടൂർ പ്രകാശിന് നേടിക്കൊടുത്തു. ഏതാണ്ട്, അതായത് വോട്ട് ശതമാനത്തിൽ കഴിഞ്ഞ തവണയിൽ നിന്ന് അടൂർ പ്രകാശിന് അല്പം കുറവുണ്ട്. കഴിഞ്ഞ തവണ 38.34% യഥാർത്ഥ വോട്ട് നേടിയെങ്കിൽ ഇത്തവണത്തെ നമ്മുടെ പ്രൊജക്ഷൻ അത് 36%. കഴിഞ്ഞ തവണ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കൊപ്പം നിലവിലെ MPക്കെതിരായിട്ടുള്ള ഒരു ആന്റി ഇൻകംബൻസി തുടങ്ങിയ കാര്യങ്ങളുണ്ടായിരുന്നു. ഇത്തവണ അവർ ജില്ലാ സെക്രട്ടറിയെ ജോയ് അണ്ണൻ എന്ന് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഈ മേഖലയിലൊക്കെ
എല്ലാ അർത്ഥത്തിലും ഒന്ന് രാഷ്ട്രീയമായ അതുപോലെ തന്നെ സാമുദായികമായ പല ആംഗിളുകൾ പരിഗണിച്ചിട്ടാണ് ജില്ലാ സെക്രട്ടറിയെ തന്നെ എന്ന് പറഞ്ഞാൽ എന്ത് വില കൊടുത്തും മാറ്റങ്ങൾ തിരിച്ചു പിടിക്കാൻ CPM അയച്ചിരിക്കുന്നത്. അത്ഭുതം ഉണ്ടാക്കുന്നുണ്ടോ? അല്ല അഭിലാഷ്, അതിനകത്ത് CPM ഒരു മുന്നൊരുക്കം നടത്തിയിരുന്നു. 2 തവണയായിട്ട് വർക്കലയിൽ ജയിക്കുന്ന, അതായത് വർക്കല കഹാറിനെ തോൽപ്പിച്ച് വന്ന ആളാണ് വി ജോയി. അപ്പോൾ ആ മേഖലയിലുള്ള അയാൾക്കുള്ള ബന്ധം, അതുപോലെ തന്നെ വി ജോയിയെ ഇത് മുൻകൂട്ടി കണ്ടാവണം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആക്കിയത്. യെസ്, വി ജോയിക്ക് പക്ഷേ അടൂർ പ്രകാശിന്റെ അടുത്തേക്ക് എത്താൻ കഴിയുന്നില്ലെന്നാണ് നിലവിലെ ഡേറ്റ പറയുന്നത്. 4% ഡിഫറൻസ് ആണ്. ഇനിയുമുണ്ട് 37 ദിവസങ്ങൾ. മേക്കപ്പ് ചെയ്യാം. 26-ാം തീയതി, ഏപ്രിൽ മാസം 26-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ്. എന്ന് മാത്രമല്ല, വി മുരളീധരൻ അവിടെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 29% എത്തി നിൽക്കുന്നു എന്നുള്ളത് BJPയുടെ വലിയ വളർച്ച ഈ മണ്ഡലത്തിൽ എടുത്തു പറയണം. കാരണം 2014 10% ഉണ്ടായിരുന്നത് ശോഭാ സുരേന്ദ്രൻ വന്ന് ഇളക്കി മറിച്ച് അത് 24%. ഇത്തവണ അത് 29%. ശോഭാ സുരേന്ദ്രനേക്കാൾ കൂടുതൽ വോട്ടുകൾ വി മുരളീധരൻ അവിടെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ സമാഹരിക്കുന്നു എന്ന് പറഞ്ഞാൽ BJPയുടെ വളർച്ച എന്ന് പറയുന്നത് കേവലം കഴിഞ്ഞ ശബരിമല മൊമെന്റിന്റെ അല്ലെങ്കിൽ ശബരിമല സാഹചര്യത്തിന്റെ അഡ്വാൻറ്റേജ് മാത്രമായിരുന്നില്ല. BJPയുടെ വളർച്ച ആറ്റിങ്ങലിനെ സംബന്ധിച്ച് സ്റ്റേബിൾ ആണ്. BJP അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് അത് കൃത്യമായും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നു, അല്ലേ? അതെ, അത് വേണം ഈ റിസൾട്ട്, ഈ ഒരു പ്രൊജക്ഷനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കും. തീർച്ചയായിട്ടും BJPയുടെ വി മുരളീധരൻ ഈ കണക്കനുസരിച്ച് 3% മാത്രം പിറകിലാണ് വി ജോയിയുമായി. വി ജോയി ആണെങ്കിൽ 4% പിറകിലാണ് അടൂർ പ്രകാശിനെ സംബന്ധിച്ച്. അടൂർ പ്രകാശ് 36, വി ജോയി 32, വി മുരളീധരൻ 29. ത്രികോണ മത്സരം നടക്കുന്നു ആറ്റിങ്ങലിൽ എന്നുള്ളത് നിശ്ചയം. തൃശൂർ, എറണാകുളം ജില്ലകളിലായി കിടക്കുന്ന ചാലക്കുടി മണ്ഡലം. ചാലക്കുടി രാഷ്ട്രീയമായി നോക്കിയാൽ UDF ചായ്വ് പുലർത്തുന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിന്റെ ഘടന നോക്കിയാലും അതെ. പ്രമുഖ കോൺഗ്രസ് നേതാവ് ബെന്നി ബെഹന്നാനാണ് സിറ്റിംഗ് MP. പക്ഷേ ചാലക്കുടി LDFനെ ജയിപ്പിച്ച ചരിത്രവും ഉണ്ട്. ഇന്നസെന്റ് ജയിച്ചു. അതും ആരെ തോൽപ്പിച്ചത്? PC ചാക്കോയെ പരാജയപ്പെടുത്തി ഇന്നസെന്റ്. ഇനി പഴയ ചാലക്കുടിക്ക്, അതായത് ഈ ചാലക്കുടിയുടെ പഴയ രൂപം എന്ന് പറയുന്നത് മുകുന്ദപുരമാണ്. കോൺഗ്രസിന്റെ ഏറ്റവും ഉറച്ച സീറ്റ്. അവിടെ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി തോറ്റിട്ടുണ്ട് 2004. അതും K കരുണാകരൻ MP ആയിരുന്നതിന് ശേഷം അദ്ദേഹം കാലാവധി പൂർത്തിയാക്കി മകൾക്ക് സീറ്റ് ഒഴിഞ്ഞു കൊടുത്തതാണ്. പക്ഷേ ജനങ്ങൾ പത്മജയെ 1 ലക്ഷത്തിൽ പരം വോട്ടിന് തോൽപ്പിച്ചു. അന്ന് ലോനപ്പൻ നമ്മാടൻ തന്നെ ഈ ഭൂരിപക്ഷം കണ്ട് ഞെട്ടിപ്പോയി. അത് ഈയിടയ്ക്ക് കെ മുരളീധരൻ തന്നെ പറഞ്ഞല്ലോ. അതെ. എന്തായാലും ആ ചാലക്കുടിയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു വലിയ അടിയൊഴുക്കുകൾക്കൊന്നും സാധ്യതയില്ലെന്നാണ് പൊതുവെ ഉള്ളൊരു വിലയിരുത്തൽ. C രവീന്ദ്രനാഥിന്റെ വരവ് ചാലക്കുടിയുടെ രാഷ്ട്രീയ സ്വഭാവത്തെ മാറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ ചോദ്യം. നമുക്ക് ചാലക്കുടിയിൽ എന്ത് സംഭവിക്കുന്നു എന്നൊന്ന് നോക്കിയാൽ ചാലക്കുടി UDF കോട്ടയായി തുടരുന്നു. ചാലക്കുടിയിൽ പക്ഷേ നോക്കൂ, ബെന്നി ബെഹന്നാന് 42% വോട്ടുള്ളപ്പോൾ C രവീന്ദ്രനാഥിന് 37% വോട്ടുകൾ ഉണ്ട്. BDJ സ്ഥാനാർത്ഥിയാണ്, അവിടെ 19% വോട്ട്. ഇപ്പോൾ NDA 19% നിൽക്കുന്നു. C രവീന്ദ്രനാഥ് 37%, ബെന്നി ബെഹന്നാൻ 42%. അപ്പോൾ ചാലക്കുടി അഡ്വാൻറ്റേജ് UDF എന്ന് പറയാം. പക്ഷേ കഴിഞ്ഞ തവണത്തെ ഒരു ഹ്യൂജ് ആയിട്ടുള്ള വിജയം ചാലക്കുടിയിൽ UDFനുണ്ട്. അത് ഇത്തവണ ആവർത്തിക്കില്ല എന്നതിന്റെ സൂചന നമുക്ക് ഇതിൽ കാണാം. തീർച്ചയായും കാണാം. അത് മറ്റു പല മണ്ഡലങ്ങളിലും നമ്മൾ അതിന്റെ സൂചന കണ്ടു തുടങ്ങി. കഴിഞ്ഞ തവണത്തെ അത്ര ഏകപക്ഷീയമല്ല ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏകപക്ഷീയമല്ല. പക്ഷേ അവസാനം ഇത് സീറ്റിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ UDF ഇത്തവണ പോളിംഗ്, അതായത് വോട്ട് പെർസെൻറ്റേജിൽ പുറകിൽ പോകുന്നുണ്ട്. കഴിഞ്ഞ തവണ 13% വോട്ടിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നുവെങ്കിൽ, വോട്ടുകളുടെ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അത് 5% കുറഞ്ഞു. പക്ഷേ BJP അവിടെ സ്ഥാനാർത്ഥി ഇല്ലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. എന്നിട്ട് പോലും 19% വോട്ട് ചെയ്യാൻ BJPക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു. അത് ആ മേഖലയുടെ ഒരു സവിശേഷത കൂടിയാണ്. കഴിഞ്ഞ തവണ ട്വിൻ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. ശബരിമല, ന്യൂനപക്ഷ വോട്ട് കേന്ദ്രീകരണം. ഇത് രണ്ടും ഇത്തവണ ഉണ്ടാവുന്നില്ല. കുറച്ചുകൂടി ഓപ്പൺ ആണ് ഫൈറ്റ്. അതുകൊണ്ട് തന്നെ ഇനിയും ക്യാമ്പയിനിങ്ങിന് ഇനിയും ദിവസങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഡാറ്റ നൽകുന്ന സൂചന വേണമെങ്കിൽ ചാലക്കുടിയിൽ പോലും ഒരു പോരാട്ടം സാധ്യമാണെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ നിമിഷം ക്ലിയർലി UDFന് എഡ്ജുണ്ട്. അഭിലാഷ്, ആ ഒരു കാര്യം പലപ്പോഴും, അല്ലെങ്കിൽ ചില സ്ഥാനാർത്ഥികളെങ്കിലും അല്ലെങ്കിൽ ചില മുന്നണികൾ ഇതിന്റെ ഈ അഭിപ്രായ ഫല സൂചന പുറത്തു വരുമ്പോൾ ഇത് നമ്മൾക്ക് എതിരാകുന്നു അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ദോഷം ഉണ്ടാക്കുന്നു. അത് അങ്ങനെ എടുക്കരുത്. ഇത് പോസിറ്റീവായിട്ട് എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഇപ്പോൾ ചാലക്കുടി പോലെയുള്ള ഒരു മണ്ഡലത്തിന്റെ ഈ ഒപ്പീനിയൻ പോൾ റിസൾട്ട് വരുമ്പോഴും അത് നൽകുന്ന സൂചന ഒന്ന്, BJP അവിടെ 20%, BJP മീൻസ് NDA 20% വോട്ട് സമാഹരിക്കാൻ സാധ്യതയുണ്ടെന്നും ബാക്കി ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ ആണെന്നുമാണ്. ഒരു 5% വോട്ടിന്റെ വ്യത്യാസമാണ് ഈ കണക്കനുസരിച്ച് ബെന്നി ബെഹന്നാനും C രവീന്ദ്രനാഥും തമ്മിലുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഇന്നസെന്റ് നേടിയതിനേക്കാൾ LDF കൂടുതൽ, അതായത് പെർസെന്റേജ് ഓഫ് വോട്ട്സ് കഴിഞ്ഞ തവണ ഇന്നസെന്റ് നേടിയത് 34% ഇത്തവണ C രവീന്ദ്രനാഥിന് 37% പ്രൊജക്ഷൻ. എന്തായാലും ചാലക്കുടി അഡ്വാൻറ്റേജ് UDF, ബെന്നി ബെഹന്നാൻ മുന്നിലാണ്.
നമുക്ക് ഇനിയൊരു മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും കേരളത്തിലെ വിവിധ മണ്ഡലങ്ങൾ നമ്മൾ പരിചയപ്പെടുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട് കേരളത്തിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് പോലെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു ഇടമാണ്. തമിഴ്നാട്ടിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കിയതിനു ശേഷം എനിക്ക് തോന്നുന്നു മറ്റു മണ്ഡലങ്ങൾ 39 സീറ്റാണ്. ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ പ്രശാന്ത് കിഷോറിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അതിൽ പറയുന്നത് ദക്ഷിണേന്ത്യയിലെ UP ആണ് BJP യെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട് എന്നുള്ളത്. ആ രീതിയിൽ അവർ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട് പല രീതിയിൽ. പക്ഷെ അതിന്റെ എൻഡ് റിസൾട്ട് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് അറിയാം. ഇതാണ് തമിഴ്നാടിന്റെ കഥ. ക്ലീൻ സ്വീപ്പ്. ഇന്ത്യ മുന്നണി ഏറ്റവും അധികം പ്രതീക്ഷ വെക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. 39-ൽ 39 നേടാവുന്ന ഒരു സെനാരിയോ 36 മുതൽ 39 വരെ സീറ്റുകൾ എന്നാണ് പറയുന്നത്. വേണമെങ്കിൽ 39 സീറ്റ് നേടാം. പരമാവധി NDAക്ക് 2 സീറ്റാണ് കിട്ടുക, 0 മുതൽ 2 വരെ. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും 0 മുതൽ 2 വരെ. 0 മുതൽ 2 വരെ. അതെ. അതായത് ഇന്ത്യ മുന്നണിയുടെ ഒരു ക്ലീൻ സ്വീപ്പിന് ഒരുങ്ങുകയാണ് തമിഴ്നാട്. ഇപ്പോ അവിടെ ഒരു കാര്യം, അവിടെ DMK ആണ് ഈ മുന്നണിയെ നയിക്കുന്ന പ്രധാനപ്പെട്ട കക്ഷി. ആ DMK ചെയ്ത പല കാര്യങ്ങളും നോക്കൂ. കോൺഗ്രസ് കഴിഞ്ഞ പ്രാവശ്യം തോറ്റുപോയ സീറ്റ് എടുത്തിട്ട് DMK മത്സരിക്കുന്നു. CPM ഒരുപക്ഷെ കുറച്ചുകൂടെ നല്ല സീറ്റ് കൊടുക്കുന്നു. ഈ രീതിയിൽ ഘടകകക്ഷികളെ കൈകാര്യം ചെയ്യുന്ന ഒരു കക്ഷിയായി DMK മാറുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം സ്റ്റാലിൻ ബോംബെയിൽ രാഹുൽ ഗാന്ധിയെ ആലിംഗനം ചെയ്യുന്ന ഫോട്ടോ തന്നെ DMK എത്രമാത്രം കാര്യമായിട്ടാണ് ഇത് കാണുന്നത് എന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. ഇപ്പോൾ CPM-ന്റെ കോയമ്പത്തൂർ സീറ്റ് എടുക്കുന്നു. കോയമ്പത്തൂരിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കുറച്ച് നേട്ടമുണ്ടാക്കുന്ന നില വരുമ്പോൾ DMK ആ സീറ്റ് എടുത്തിട്ട് ഡിണ്ടിഗൽ CPM-ന് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു സീറ്റിൽ പോലും തോൽവി ഉണ്ടാവരുത് എന്ന നിശ്ചയദാർഢ്യം സ്റ്റാലിനുണ്ടായിരുന്നു. അത് വർക്ക് ചെയ്യുന്നതിന്റെ സൂചനയാണ്. താരതമ്യേന ദുർബലരായ ഘടകകക്ഷികളെ കുറെ കൂടി ശക്തരാക്കുക, എന്നിട്ട് ശക്തരായ പാർട്ടിയായ DMK-യോട് മത്സരിക്കും. തീർച്ചയായിട്ടും. എന്തായാലും തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണിയുടെ ക്ലീൻ സ്വീപ്പ് എന്നാണ് പി മാർക്കിന്റെ ഈ ഒപ്പീനിയൻ പോൾ. അത് വലിയ ഒരു അത്ഭുതമുണ്ടാക്കുന്ന ഒരു കാര്യമല്ല. മറ്റു മണ്ഡലങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാനുണ്ട്. അതിനു മുമ്പ് ഒരു ഇടവേള വേണം. അഭിലാഷ്, ഇതിന് ഇടവേളയ്ക്ക് ശേഷം ഇനി ഏതൊക്കെയായിരിക്കും മണ്ഡലങ്ങൾ? ഇടവേളയ്ക്ക് ശേഷം കേരളം കാത്തിരിക്കുന്ന 1-2 മണ്ഡലങ്ങളുണ്ട്. കൊല്ലമുണ്ട്, വയനാടുണ്ട്, പിന്നെ കണ്ണൂരുണ്ട്. കണ്ണൂർ. പി മാർക്ക് മാതൃഭൂമി ന്യൂസ് അഭിപ്രായ സർവേ തുടരുകയാണ്. ഇനി നമ്മൾ വളരെ നിർണായകമായ ചില മണ്ഡലങ്ങളിലേക്ക് പോകും. ആദ്യം ചുരം കയറി വയനാട്ടിലേക്ക്. ഇന്ത്യയിലെ ഗ്ലാമർ മണ്ഡലം, രാഹുൽ ഗാന്ധി പ്രതിനിധീകരിക്കുന്ന മണ്ഡലം. ഇത്തവണയും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. ആർക്കെതിരെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആനി രാജ, CPI. അതെ, സ്വന്തം ഘടകകക്ഷിക്കെതിരെ, അതായത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന CPI-ക്കെതിരെയാണ് രാഹുലിന്റെ പോരാട്ടം. BJP-ക്കെതിരെ അല്ല എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട പരാതി. ഇന്നുകൂടി ബിനോയ് വിശ്വം മാത്രമല്ല, ആനി രാജയുടെ പങ്കാളിയായ CPI-യുടെ ജനറൽ സെക്രട്ടറി D രാജ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ മത്സരിക്കുന്നത് ശരിയല്ല എന്നുള്ളത്. അതെ, എന്തായാലും BJP-ക്ക് നാമമാത്ര പ്രസക്തി മാത്രമുള്ള ഒരു മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും സേഫ് സീറ്റായ വയനാട്ടിൽ രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കാൻ എത്തുമ്പോൾ കഴിഞ്ഞ തവണത്തെ വമ്പൻ ഭൂരിപക്ഷം ആവർത്തിക്കുമോ? കേരള ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ജയിച്ചത്. വയനാട്ടിലൂടെ അതാ ഇലക്ഷൻ ബസ് വരുന്നു. രാഹുൽ ഗാന്ധി 60%, അനി രാജ 24%, NDAയുടെ ഇനിയും പ്രഖ്യാപിക്കാനിരിക്കുന്ന സ്ഥാനാർത്ഥി 13%. അതായത് രാഹുൽ ഗാന്ധി 60%-ന് മുകളിൽ വോട്ട് നേടിയാണ് ഇത്തവണയും ജയിക്കാൻ പോകുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ 5% കുറവാണ് അഭിലാഷ്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ കൗതുകത്തോടെ നോക്കുന്നത് 4 ലക്ഷത്തിന് താഴെയാകുമോ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം എന്നുള്ളത് മാത്രമാണ്. അനി രാജ 24% വോട്ടാണ് ഇപ്പോഴത്തെ നിലയിൽ സമാഹരിക്കുമെന്ന് ഈ അഭിപ്രായ സർവേ പറയുന്നത്. അതായത് 36% ഗ്യാപ്പാണ് രാഹുൽ ഗാന്ധിയും തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയും തമ്മിൽ. ഗോളില്ലാത്ത ഗോൾ പോസ്റ്റിലേക്ക് ഗോൾ അടിക്കുന്നത് ഏതാണ്ട് അതുപോലെയാണ്. പക്ഷെ CPI-യുടെ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണത്തിൽ സുനീർ നേടിയതും ആനി രാജയുടെ ഇപ്പോഴത്തെ പ്രൊജക്ഷനും തമ്മിൽ ഏതാണ്ട് 1% വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ NDA സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ തുഷാർ വെള്ളാപ്പള്ളി 7% വോട്ട് നേടിയെങ്കിൽ ഇത്തവണ അത് 13% പ്രൊജക്ട് ചെയ്യപ്പെടുന്നുണ്ട്. തീർച്ചയായും. എന്തായാലും NDAക്ക് സ്ഥാനാർത്ഥി ആയിട്ടില്ല, ഉടനെ സ്ഥാനാർത്ഥിയാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഞാനിപ്പോഴും കാണുന്നത് രാഹുൽ ഗാന്ധി ഇതുവരെ വയനാട്ടിലേക്ക് വന്നിട്ടില്ല കേട്ടോ. രാഹുൽ ഗാന്ധി വയനാട്ടിൽ കാല് കുത്തുന്നതിന് മുമ്പ് എടുത്തിട്ടുള്ള സർവേയാണ്. കാരണം 17-ാം തീയതിയാണ് അവസാനത്തെ വിവരശേഖരണം. രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞാൽ ഈ 60% എന്നുള്ളത് ഇനിയും ഉയർന്നു കൂടായികയൊന്നുമില്ല. അത് ഇനിയും ഉയരാം. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നത് CPI-യുടെ വോട്ട് ശതമാനത്തിൽ അല്ലെങ്കിൽ LDF-ന്റെ വോട്ട് ശതമാനത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷേ NDA-യുടേത് ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊന്നും ഇന്ന് പോകാനില്ല. 2 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലേക്കാണ്. കേരളത്തിൽ ഗ്ലാമർ പോരാട്ടം നടക്കുന്ന രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങൾ, ഒന്ന് തെക്ക്, ഒന്ന് വടക്ക്, കൊല്ലം, കണ്ണൂർ. ഈ 2 മണ്ഡലങ്ങളിൽ ആരാണ് മുന്നിലെന്ന നിർണായകമായ വിവരം ഒരു ഇടവേള. അത് കഴിഞ്ഞു വരെ
അഭിലാഷയെ തെറ്റിദ്ധരിക്കേണ്ട. കൊല്ലം എന്ന് പറഞ്ഞിട്ട് ആലപ്പുഴ മണ്ഡലത്തിലേക്കല്ല നമ്മൾ പോകുന്നത്. കൊല്ലം ജില്ലയിലും കിട്ടുവെള്ളമൊക്കെ ഉണ്ട്. അത് ശരി, രാജുവേട്ടന്റെ സ്വന്തം മണ്ഡലമാണ്, സ്വന്തം സ്ഥലമാണ്. അതെ, അപ്പൊ പറഞ്ഞോളൂ. അതെ, ഇത് ഈ കൊല്ലം ജില്ലയിൽ ശരിക്കും പറഞ്ഞാൽ കരുനാഗപ്പള്ളിക്ക് അടുത്ത് ആലുംകടം എന്ന് പറയുന്ന സ്ഥലത്താണ് കേരളത്തിൽ ആദ്യം കെട്ടുവെള്ളം ഉണ്ടാക്കിയ സ്ഥലങ്ങളിൽ ഒന്ന്. അപ്പോൾ നമുക്ക് കൊല്ലം മണ്ഡലത്തിലേക്ക് പോകാം. കൊല്ലം ഇത്തവണ ഗ്ലാമർ പോരാട്ടമൊക്കെ നടക്കുന്ന മണ്ഡലമാണ്. കാരണം 2014 അങ്ങോട്ട് പ്രേമേന്ദ്രൻ പോയപ്പോൾ പ്രേമേന്ദ്രനെ തോൽപ്പിക്കാൻ വേണ്ടി എം എ ബേബി നേരത്തെ തീരുമാനിച്ചാണെങ്കിൽ പോലും പിണറായി വിജയനോടെ പോയി പ്രസംഗിക്കുന്നു. 2019 എന്ത് വന്നാലും തോൽപ്പിക്കുമെന്ന് പറയുന്നു. ഇപ്പോൾ ഇത്തവണ അത്ര ആ നിലയ്ക്ക് പ്രേമേന്ദ്രനെ തോൽപ്പിക്കാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസം ഇടതു മുന്നണിക്കുണ്ടോ? ശരിക്കും അവിടെ CPM നേതാക്കൾ പറയുന്നത് അവർക്ക് ആത്മവിശ്വാസം ഉണ്ട് എന്നാണ്. എന്താകും ഫലം എന്നുള്ളത് വേറെ കാര്യം. അവർക്ക് ആത്മവിശ്വാസം ഉണ്ട് എന്നുള്ളത്. ഇതിനു മുൻപുള്ളതിനേക്കാൾ CPM CPI ബന്ധം ആ രീതിയിൽ ഉറച്ചിട്ടുണ്ട് എന്നുള്ളതാണ്, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് CPM നേതാക്കൾ പറയുന്ന ഒരു കാര്യം. പിന്നീട് CPI നേതാക്കളെ സംബന്ധിച്ചിടത്തോളം, CPI അണികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചാത്തന്നൂര്, പുനലൂര്, അതുപോലെ തന്നെ അങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ ചടയമംഗലം, അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പാർട്ടിയാണ് CPI. അവിടെ O മാധവന്റെ മകനായ M മുകേഷിനെ ജയിപ്പിക്കണം എന്നുള്ള ഒരു താല്പര്യം അവർക്കുണ്ട് എന്നുള്ളതും CPM-കാർ പറയുന്നു. പക്ഷേ ഇതിനൊക്കെ അപ്പുറമാണ് MA ബേബിയെ തോൽപ്പിച്ച, അല്ലെങ്കിൽ ബാലഗോപാലിനെ തോൽപ്പിച്ച NK പ്രേമേന്ദ്രൻ ആ മണ്ഡലത്തിലുള്ള സ്വാധീനം. എന്ന് മാത്രമല്ല വളരെ മികച്ച പാർലമെന്റേറിയൻ എന്ന് എല്ലാവരും പറയും. അവാർഡുകൾ കിട്ടുന്ന, അതായത് സംസദ് അവാർഡുകൾ കിട്ടുന്ന, ഗംഭീരമായി പെർഫോം ചെയ്തു. പക്ഷെ അപ്പോഴുള്ള ഒരു പ്രശ്നം, പെർഫോമൻസ് കുറച്ച് കൂടിപ്പോയോ എന്നുള്ള നിലയിൽ. അതായത് നരേന്ദ്രമോദിക്ക് വലിയ ഇഷ്ടമാണ് പ്രേമേന്ദ്രനെ, അദ്ദേഹം വിളിക്കുന്നു, ക്യാൻറ്റീനിൽ കൊണ്ടുപോയി ചോറ് വാങ്ങിച്ചു കൊടുക്കുന്നു. അപ്പോൾ പ്രേമചന്ദ്രൻ മോദിയുടെ കൂടെ പോകുമോ എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ CPM കേന്ദ്രങ്ങൾ അവിടെ ഉണ്ടാക്കി വിടാൻ ശ്രമിക്കുന്നുണ്ട്. ഉറപ്പായും ഉണ്ടാകുന്നുണ്ട്. അതും ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അത്തരത്തിലുള്ള പ്രചരണം അവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ തവണയും ഇത്തരത്തിലൊരു പ്രചരണം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഏശാതെ പോയതിന് കാരണം വലിയ രീതിയിലുള്ള രാഹുൽ ഗാന്ധി വേവ്, ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം, ഇതൊക്കെ കൊല്ലം ജില്ലയിലും നല്ല രീതിയിൽ ഉണ്ടായപ്പോൾ അതിനകത്ത് മുങ്ങിപ്പോയി. ഈ ബൈപ്പാസ് ഇനാഗുറേഷന് പ്രധാനമന്ത്രി വിളിച്ചതുമായിട്ട് ബന്ധപ്പെടുത്തി NK പ്രേമേന്ദ്രനെ ബന്ധപ്പെടുത്തിയുള്ള വിവാദം. അല്ല, ഈ പ്രേമേന്ദ്രനെ സംഖ്യയാക്കി ജയിക്കുക എന്ന് പറഞ്ഞ തന്ത്രം വിജയിക്കുമോ? വേറൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, BJP-യുടെ സ്ഥാനാർത്ഥി ആരാ? അതൊരു വലിയ ഒരു ചോദ്യമാണ്. കാരണം കഴിഞ്ഞ തവണ 10% വോട്ട് കിട്ടിയ മണ്ഡലമാണ് കൊല്ലം. അതിനു മുൻപ് വെറും 6%. 2014 58,000 വോട്ടായിരുന്നത് 2019 1,03,339 വോട്ട് കിട്ടിയ മണ്ഡലമാണ് കൊല്ലത്ത് BJP-ക്ക്. അതും കൊച്ചിയിൽ നിന്ന് വന്നൊരു സ്ഥാനാർത്ഥിക്ക്. അപ്പോ ഇത്തവണ കുമ്മനം രാജശേഖരനെ ഇറക്കിയാൽ അതിൽ കൂടുതൽ വോട്ട് പിടിക്കും. പക്ഷേ അതിൽ കൂടുതൽ വോട്ട് പിടിക്കാനുള്ള താല്പര്യം BJP-ക്ക് ഉണ്ടോ എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. അവിടെ CPM-കാര് വളരെ ഫലപ്രദമായിട്ട് ഇറക്കി വിടുന്ന മറ്റൊരു പ്രചാരണമുണ്ട്. അവിടെ NK പ്രേമേന്ദ്രന്റെ അദ്ദേഹത്തിന് താല്പര്യം അനുസരിച്ചായിരിക്കും BJP സ്ഥാനാർത്ഥി വരുന്നത് എന്നുള്ള പ്രചരണം പോലും CPM ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും BJP-ക്ക് സ്ഥാനാർത്ഥി ആവാത്തത് അവിടുത്തെ ഒരു രാഷ്ട്രീയ ചർച്ചകളെ ചൂട് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് നേരം ക്ഷമിച്ചിരിക്കില്ല. യെസ്, കൊല്ലത്ത് എന്ത് സംഭവിക്കും പറയൂ. കൊല്ലം 13% വോട്ടിന്റെ വ്യത്യാസത്തിലാണ് M മുകേഷിനേക്കാൾ ഇപ്പോൾ NK പ്രേമചന്ദ്രൻ മുന്നിൽ നിൽക്കുന്നത്. നോക്കൂ, NK പ്രേമചന്ദ്രൻ 49% വോട്ടുകൾ സമാഹരിക്കുമെന്ന് ഈ സർവേ പറയുമ്പോൾ 36 ഉള്ളൂ മുകേഷ്. വെറും 14%. പക്ഷെ അത് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലാണ് BJP-ക്ക് കിട്ടുന്ന വോട്ട്. 10.67%-ൽ നിന്ന് അത് 14%. ഇല്ലാത്ത സ്ഥാനാർത്ഥിക്ക് കാത്തിരിക്കുന്നു 14% പേർ. 14% പേർ സ്ഥാനാർത്ഥിയെ കാത്തിരിക്കുന്നു. പക്ഷേ NK പ്രേമചന്ദ്രൻ നോക്കൂ, നമ്മൾ പലയിടത്തും കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് ക്ലോസ് ആയ അല്ലെങ്കിൽ ഏകപക്ഷീയമായ മത്സരം ഇല്ല എന്ന സാഹചര്യം ഒക്കെ കണ്ടു. ഈവൻ ചാലക്കുടി പോലെയുള്ള മണ്ഡലങ്ങളിൽ പോലും 5-6% വ്യത്യാസമേ ഉള്ളൂ പല മണ്ഡലങ്ങളിലും. പക്ഷേ ഇവിടെ 13% വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പ്രചാരണങ്ങളൊക്കെ ഉണ്ടായിട്ടും NK പ്രേമചന്ദ്രന് തൊട്ടടുത്ത എതിരാളിക്ക് മേലുള്ള ലീഡ് വളരെ വലുതാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഈ 13% മാർജിൻ ഉണ്ടാകാനുള്ള സാധ്യത, 1,00,000 മുകളിൽ ഭൂരിപക്ഷം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. എന്തായാലും നമുക്ക് കൊല്ലത്തിനെ സംബന്ധിച്ച് ഇപ്പോ P മാർക്ക് പറയുന്ന സർവേ അനുസരിച്ച് വലിയ വ്യത്യാസമാണ്. NK പ്രേമചന്ദ്രന്റെ ആധികാരികമായ വിജയമാണ് കൊല്ലത്ത് പ്രവചിക്കുന്നത്. നമുക്ക് കൊല്ലം കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം കണ്ണൂരിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ആകാംക്ഷ. കണ്ണൂരിന്റെ കണ്ണിലുണ്ണി ആരാകും? MV ജയരാജൻ ഇത്തവണ K സുധാകരനെ നേരിടാൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. K സുധാകരൻ മത്സരിക്കുന്നില്ല എന്ന് ഒരുപാട് പറഞ്ഞു. പക്ഷേ കണ്ണൂർ ജയിക്കണമെങ്കിൽ സുധാകരൻ തന്നെ വേണമെന്ന് കോൺഗ്രസ് തീരുമാനിച്ചതാണ്. ഹൈക്കമാൻഡിന്റെ തീരുമാനമാണത്. ഞാനും ഈ പറഞ്ഞതുപോലെ സുധാകരൻ മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്നാണ് വിചാരിച്ചത്. ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് സ്ഥാനം, ഇതെല്ലാം കൊണ്ട് അദ്ദേഹം മത്സരിക്കില്ല. പക്ഷേ അവിടെ അദ്ദേഹം മത്സരിക്കുന്നില്ല എങ്കിൽ പകരം ആര് എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും അവസാനം സുധാകരനെ കൊണ്ടുവന്നതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും, പ്രത്യേകിച്ച് MV ജയരാജനെ CPM കളത്തിൽ ഇറക്കുക കൂടി ചെയ്തതോടെ സുധാകരനല്ല മറ്റൊരു സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ കണ്ണൂർ കൈവിട്ടു പോകും എന്നുള്ള ഒരു ഭയം കോൺഗ്രസിനുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സുധാകരനെ കൺവിൻസ് ചെയ്ത് സുധാകരൻ അദ്ദേഹത്തിന്റെ അടുത്ത അനുയായികളെ മത്സരിപ്പിക്കാനുള്ള പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്തിട്ട് സുധാകരൻ തന്നെ മത്സരിക്കണമെന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തുകയായിരുന്നു. അത് കണ്ണൂർ ഒരു കാരണവശാലും കൈവിട്ട് പോകരുത് എന്ന നിർബന്ധ ബുദ്ധിയിലായിരുന്നു. നമ്മൾ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നു എന്ന് തോന്നുന്നു. കൊല്ലത്തുകാരുടെ അത്രയും പോലും കണ്ണൂരുകാർ കാത്തിരിക്കില്ല കേട്ടോ ഈ ഫലം അറിയാൻ വേണ്ടിയിട്ട്, ഈ അഭിപ്രായം സർവേ ഫലം അറിയാൻ. കണ്ണൂരിന്റെ മനസ്സിൽ എന്താണ് എന്ന് നമുക്ക് ഈ നിമിഷം തന്നെ പറഞ്ഞു കൊടുക്കാം. ഒരു സംശയമില്ല, എന്റെ പുറകിൽ വരും. യെസ്, കണ്ണൂരിൽ അത്ഭുതപ്പെടുത്തുന്ന പ്രവചനമാണ്. MV ജയരാജൻ മുൻപിൽ 42% വോട്ടുമായി, കെ സുധാകരൻ 39% വോട്ടുമായി, BJP 17%. BJPയുടെ 17% എനിക്ക് കുറച്ച് വിശ്വാസക്കുറവുണ്ട്. കാരണം കണ്ണൂർ പാർലമെന്ററി കോൺസ്റ്റിറ്റ്യൻസിൽ BJP 17% എത്താനുള്ള സാധ്യത കുറവാണ്. അതായത് കഴിഞ്ഞ തവണ വെറും 6% കിട്ടിയവര് 17% എത്തുക എന്ന് പറയുന്നത് അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കണക്കല്ല. എന്ന് മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും BJPക്ക് 10-ൽ താഴെ % വോട്ട് കിട്ടിയ ഒരു ജില്ലയാണ് കണ്ണൂർ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ BJPയുടെ വോട്ട് പങ്കാളിത്തം 17%ലേക്ക് ഉയരാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോ MV ജയരാജൻ മുമ്പിലാണ്, 42% വോട്ട്, 3% അഡ്വാൻറ്റേജ് കെ സുധാകരനേക്കാൾ MV ജയരാജനാണ് കണ്ണൂരിൽ. അഭിലാഷ്, ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു. MV ജയരാജനാണോ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി CPM-ന് അവൈലബിൾ ആയിട്ടുള്ളത്? കെ സുധാകരനെ തോൽപ്പിക്കാൻ MV ജയരാജൻ മതി എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഫലസൂചന കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ കെ സുധാകരൻ ഒരു പരാജയം മണക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. അതേസമയം തന്നെ ഇപ്പൊ ഈ BJPയുടെ 17% എന്ന് പറയുന്നത് നമ്മളതൊരു റിയലിസ്റ്റിക് ആയി ആലോചിച്ചാൽ കുറച്ചുകൂടി താഴ്ന്നു വരാനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് 6%-ന് മുകളിൽ 10% ആണെങ്കിൽ പോലും അത് അവിടുത്തെ ഫലത്തെ മാറ്റിമറിക്കും. തീർച്ചയായും. എന്തായാലും കണ്ണൂരിലെ BJP-ക്കാർ CPM-നോ MV ജയരാജനോ വോട്ട് ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ടല്ലോ. പിന്നെ കെ സുധാകരൻ പണ്ട് ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ ആളെയൊക്കെ അയച്ചതുകൊണ്ട് ആ ഒരു സ്നേഹം കാണിക്കുമെന്നറിയില്ലേ, വാട്ടവർ. എന്തായാലും ഇപ്പോഴത്തെ ഫലസൂചന അനുസരിച്ച് MV ജയരാജൻ കണ്ണൂരിൽ മുൻപിലാണ്. എനിക്ക് കുറച്ച് സർപ്രൈസിംഗ് ആണ്. കാരണം മലബാർ മേഖലയിലെ മണ്ഡലങ്ങളിൽ കാസർഗോഡ് പോലെ CPM-ന് അത്ര വലിയ എന്ന് പറഞ്ഞാൽ കാസർഗോഡിനെ അപേക്ഷിച്ച് അത്ര തന്നെ സ്ട്രെങ്ത് ഉള്ള മണ്ഡലമല്ല കണ്ണൂർ. അപ്പോൾ ഇന്ന് നമ്മൾ 7 ലോക്സഭാ മണ്ഡലങ്ങളുടെ സർവേ ആണ് പരിശോധിച്ചത്, സർവേ റിസൾട്ടാണ് പരിശോധിച്ചത്. അതിനൊരു ടാലി ആയിട്ട് നോക്കുകയാണെങ്കിൽ അഡ്വാൻറ്റേജ് UDF ആണ്. 6-1 എന്നുള്ള നിലയിൽ UDF, ഒരിടത്ത് LDF. പക്ഷേ അപ്പോഴും വളരെ ശക്തമായ മത്സരത്തിന്റെ സൂചനകൾ പല മണ്ഡലത്തിലും കാണുന്നു എന്നുള്ളതാണ് ഈ സർവേയെ വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. തിരുവനന്തപുരത്ത് UDF, കാസർഗോഡ് UDF, ആറ്റിങ്ങലിൽ UDF, ചാലക്കുടി, വയനാട്, കൊല്ലം, കണ്ണൂരിൽ മാത്രം LDF-ന് മേൽക്കൈ എന്നുള്ളതാണ് നമ്മുടെ ആദ്യ ദിന സർവേയുടെ അന്തിമമായ ഫലം. ഇനി ബാക്കി 7 മണ്ഡലങ്ങൾ നാളെ ഉണ്ട്. നാളെ 7 ഉള്ളതിൽ ഏതൊക്കെ മണ്ഡലങ്ങൾ ഉണ്ടാകുന്ന എന്തെങ്കിലും സൂചന? അത് സസ്പെൻസ് ആണ്, ഇപ്പൊ പറയാൻ പറ്റില്ല. അങ്ങനെ പറയില്ല അഭിലാഷ്. ഇപ്പോ വടകര അല്ലെങ്കിൽ തൃശ്ശൂർ, അതൊക്കെ അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്, പ്രേക്ഷകർക്ക്. അവർക്ക് ഏറ്റവും അധികം ആളുകൾ SMS ചെയ്ത് ചോദിക്കുന്നത്, വാട്സാപ്പ് ചെയ്ത് ചോദിക്കുന്നതും വടകരയുടെയും തൃശ്ശൂരിന്റെയും കാര്യമാണ്. വടകരയും തൃശ്ശൂരും ഒറ്റ ദിവസം പറയണോ വേണ്ടോ എന്നുള്ളത് എങ്ങനെ ആലോചിച്ചു വരുന്നു. നാളെ ഒരെണ്ണം എന്തായാലും ഉണ്ടാവും. നാളെ ഉണ്ടാവും. യെസ്. ഓക്കെ, അപ്പോ നാളെ വരെ കാത്തിരിക്കാം. നാളെ വീണ്ടും രാത്രി 8:30. ഗുഡ് നൈറ്റ്.